അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ നമ്മൾ ആ രൂപത്തിൽ പഠിപ്പിക്കുന്നതുമെല്ലാം അത് സ്വഹീഹായ രൂപത്തിലാണ് എന്ന് ഉറപ്പുവരുത്തുക. അതിലൂടെ നല്ല ഖിറാഅത്തിൻ്റെ ഉടമകളെയും അതേപോലെ തന്നെ നല്ല മുഖ്രിഈങ്ങളെയും അതായത് മുഅല്ലിമീങ്ങളെയും ഒക്കെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യങ്ങളാണ് നമ്മുടെ ബഹുനിരായ ഉസ്താദുമാരുടെ ഇതുപോലെയുള്ള മജ്ലിസുകളെ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ. അൽഹംദുലില്ലാഹ്, ഈ സദസ്സ് വീക്ഷിക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ സ്വന്തം ഖിറാഅത്തിലെ തെറ്റുകൾ തിരുത്താൻ സാധിക്കുന്നത് പോലെ തന്നെ ഏതൊരു മുഅല്ലിമാവട്ടെ മുഅല്ലിമത്താവട്ടെ അതല്ലെങ്കിൽ ഏതൊരു രക്ഷിതാവും അവർ ഓതിക്കൊടുക്കുന്നതിലുള്ള മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ അവർ നേരത്തെ പറഞ്ഞു കൊടുക്കാത്ത മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിയാൻ ഇതുപോലെയുള്ള ഉസ്താദുമാരുടെ ജൽസകൾ അല്ലെങ്കിൽ മുദാറസകൾ ഉപകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹ്ളായ ഫളൽ കൊണ്ട് രൂപത്തിൽ നമ്മുടെ എല്ലാ ക്ലാസ്സുകളെയും ആക്കിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ അല്ലാഹു തആല. അപ്പോൾ ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ദുഹ മുതൽ സൂറത്തുൽ ഹുമസ വരെയുള്ള സൂറത്തുകളാണ് കാണാതെ ഓതുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളേത് ഓതിയത്? സൂറത്തുത്തീൻ അല്ലേ? മാഷാ അല്ലാഹ്. അപ്പം നമുക്ക് സൂറത്തുൽ ഏതാണ്? അലഖ് അല്ലേ? സൂറത്തുൽ അലഖ്. ഇൻഷാ അല്ലാഹ് അത് ഞാനൊന്ന് ഓതാം. അതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി ഓതി ഓരോരുത്തരായി കാണാതെ ഓതി കേൾപ്പിക്കണം ബിഇദ്നില്ലാഹ്. അഫ്വാൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق. خلق الإنسان من علق. خلق الإنسان من علق. اقرأ وربك الأكرم. الذي علم بالقلم. علم الإنسان ما لم يعلم. كلا إن الإنسان ليطغى أن رآه استغنى. إن إلى ربك الرجعى. أرأيت الذي ينهى عبدا إذا صلى. أرأيت إن كان على الهدى أو أمر بالتقوى. أرأيت إن كذب وتولى. ألم يعلم بأن الله يرى. كلا لئن لم ينته لنسفعا بالناصية. ناصية كاذبة خاطئة. فليدع ناديه.
سندع الزبانية كلا لا تطعه واسجد واقترب. ولا حول ولا قوة. ഇനി നമുക്ക് കൂട്ടമായി ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقرأ باسم ربك الذي خلق. خلق الإنسان من علق. اقرأ وربك الأكرم. الذي علم بالقلم. علم الإنسان ما لم يعلم. كلا إن الإنسان ليطغى. أن رآه استغنى. إن إلى ربك الرجعى. أرأيت الذي ينهى. عبدا إذا صلى. أرأيت إن كان على الهدى. أو أمر بالتقوى. أرأيت إن كذب وتولى. ألم يعلم بأن الله يرى. كلا لئن لم ينته لنسفعا بالناصية. ناصية كاذبة خاطئة. خاطئة همزة خاطئة. فليدع ناديه. سندع الزبانية كلا لا تطعه واسجد واقترب. تقبل الله. سبحان الله الحمد لله ولا إله إلا الله.
ولا حول ولا قوة إلا بالله العلي العظيم. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ അലഖ് ആണെന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. കാണാതെ ഓതുന്ന സമയത്ത് അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്തുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കലാണ്. അതോടൊപ്പം തന്നെ സൂറത്തുൽ ദുഹ മുതലുള്ള സൂറത്തിൻ്റെ പരിശീലനത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഉസ്താദുമാരൊക്കെ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യമാണ്, അതിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ആളുകൾ ഓതിപ്പിക്കുന്ന സമയത്ത് നല്ലൊരു ശതമാനം ആളുകൾ തെറ്റിക്കാറുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നറിയാം. അത് വളരെ ഉപകാരപ്രദമായ സംഭവമാണ് അല്ലേ. ലഹ്നുകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് നമ്മളത് അറിഞ്ഞവരാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചില പോയിൻ്റുകൾ മാത്രം നമുക്ക് നോക്കാം. ഈ ഇഖ്റ എന്ന പദത്തിൽ പൊതുവേ നമ്മുടെ ഭാഗത്തുനിന്ന് ആളുകളുടെ അടുത്ത് നിന്നൊക്കെ വരുന്ന മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ അക്ഷരത്തിനാണ്? ഖാഫ് എപ്പോഴും ഇഖ്റ എന്ന് ആയിപ്പോവും. പിന്നെ നഷ്ടപ്പെടുന്ന വേറൊരു അക്ഷരം ഏതാണ്? ഹംസ. അതന്നെ, അവസാനത്തെ ഹംസ തസ്ഹീൽ പോലെ അല്ലെങ്കിൽ ഇഖ്റ ഇങ്ങനൊരു ശബ്ദം. അപ്പോൾ നമ്മൾ ഈ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അതേ ബലത്തോടു കൂടെ ഇഖ്റ അങ്ങനെ പഠിപ്പിക്കണം. റ എന്ന് പറഞ്ഞതിന് മൂളരുത്. എത്ര രീതിയിൽ ഓതിയാലും നമ്മൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് അവർ ഓതുന്നത്. ഇഖ്റ നോ. അപ്പോൾ അതിൻ്റെ ഏത് സിഫത്താ പോവുക? ഇഖ്റ ഷിദ്ദ നഷ്ടപ്പെടുന്നു. അതുപോലെ മഖ്റജ് ഒരു കറക്റ്റ് പോയിന്റിൽ നിൽക്കുന്നില്ല അല്ലേ, മൊത്തത്തിൽ ഹൽക്കിൽ ഇങ്ങനെ വ്യാപിച്ച് പോവാണ്. അപ്പോൾ എങ്ങനെ പറയേണ്ട എല്ലാവരും ഒന്ന് പറയും ആ പദം മാത്രം. അഹ്സൻതും. നഅം മാഷാ അല്ലാഹ്. പിന്നെ അതെ അതെ, ഹംസൻ്റെ ശബ്ദം കേൾക്കണോ സുക്കൂനാവുമ്പോൾ എന്നുള്ളത് പിന്നെ പലപ്പോഴും നമുക്ക് സംശയം വരാറുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ ആഴത്തിലിറങ്ങിയിട്ടുള്ളൊരു ചോദ്യം നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചാൽ, അതായത് നമ്മൾ ഓതുന്ന സമയത്ത് ഏറ്റവും സിറായിട്ടുള്ള ഓത്തിൽ തന്നെ എന്ത് ഷർത്തുണ്ട്? സിറായിട്ട് ഓതുക എന്ന് പറഞ്ഞാൽ അല്ലേ എന്തുണ്ട്? സ്വന്തം ശരീരം അല്ലേ, സ്വന്തം ശരീരം കേൾക്കണം. അപ്പോൾ വഖഫ് ചെയ്യുന്ന സമയത്ത് യക്സിബു എന്ന് പറയുമ്പോൾ കാഫ് കേൾക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കേണ്ടതുണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് അല്ലേ. എന്താ താങ്കൾ പാപ്പ, നമ്മൾ ഓത്ത് കേൾക്കണ്ടേ ശരീരം? ഈ ഓത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കലിമത്തുകളും അതിൻ്റെ ഹുറൂഫുകളും അതന്നെയല്ലേ ഓത്ത് കേൾക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ എക്സിബു എന്ന് പറയുമ്പോൾ കാഫ് കേൾക്കണോ വേണ്ടേ? ബാക്കിയുള്ളതൊക്കെ കേൾക്കുമ്പോൾ മാത്രം കേൾക്കണ്ടെന്ന് ഏത് കിതാബിലുള്ളത് അല്ലേ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. കുരുട്ട് ചോദ്യം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ അക്ഷരം കേൾക്കേണ്ടതാണ്. ഈ എന്ന് പറഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ട്, ഊ എന്ന് പറഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ട് അല്ലേ, ആ എന്ന് പറഞ്ഞപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കേൾക്കണ്ടേ, അക്ഷരം ഇയാൾ ഉച്ചരിച്ചോ അല്ലേ എന്നറിയാൻ. അപ്പോൾ ആ ഒരു ഉച്ചരിക്കാനുള്ളൊരു സമയം സ്പേസ് ഇട്ടുകൊണ്ട് ഇപ്പോൾ നമുക്കത് ഉച്ചരിച്ചു എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ആ ചോദ്യം സ്ഥാനത്താണോ അതോ അസ്ഥാനത്താണോ എന്നാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ബാക്കി മറുഭാഗം പറയാം ഇൻഷാ അല്ലാഹ്. എങ്കിലും നമ്മൾ കാര്യത്തെ അതിൻ്റെ ആഴത്തിലിറങ്ങി പഠിക്കുക എന്നുള്ളതിലേക്കാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ അല്ലേ, അപ്പോൾ നമുക്ക് അക്ഷരം എന്ത് ചെയ്യുന്നുണ്ട്? ഷിദ്ദത്തോടുകൂടി സുക്കൂൻ വെളിവാവുന്ന രൂപത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇഖ്റ ബിസ്മി എന്ന് പറയുമ്പോഴും അക്ഷരം കേൾക്കുന്നുണ്ട്, പക്ഷേ ബ എന്ന് പറയുന്ന രൂപത്തിൽ കേൾക്കുന്നില്ല.
അപ്പോൾ നമ്മൾ ഉസ്താദന്മാരോട് ചോദിക്കുന്ന സമയത്ത് ഇഖ്റ റ എന്ന് പറയുന്ന രൂപത്തിലും ഇഖ്റ ഈ ചെറിയ ഒരു വ്യത്യാസത്തോടു കൂടെ ഉസ്താദന്മാരിൽ നിന്ന് രണ്ട് രൂപത്തിലും ഷെയ്ഖന്മാരിൽ നിന്ന് ഓതി കേട്ടിട്ടുണ്ട് എന്നാണ് ഉസ്താദന്മാർ പറഞ്ഞത്. ഏതായാലും തീരെ കേൾക്കാത്തൊരു രൂപം ചില ആളുകളിൽ നിന്ന് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? ഇന്നക സമീഉ ദുആ. ഇവിടെ എന്ത് സമ്മതിക്കാം? ആ ലാസ്റ്റ് ശബ്ദം മുറിയുന്നത് എവിടെയാണ്? ഒരു ചർച്ചയാണ് കേട്ടോ ഇനി ഇതിനപ്പുറമുള്ളത്. ഉസ്താദന്മാർ പറയണം. ഹംസയുടെ മഖ്റജിലാണ് അല്ലേ? സമീഉ ദുആ എന്ന് പറയുമ്പോൾ പക്ഷെ അക്ഷരം തീരെ വെളിവാവുന്നില്ല. അപ്പോൾ ആ രൂപത്തിലാവുമ്പോൾ ഒരു ഷിദ്ദത്ത് വെളിവാവുന്ന രൂപത്തിലും സുക്കൂന് വെളിവാവുന്ന രൂപത്തിലൊക്കെ അത് ഉച്ചരിക്കപ്പെട്ടതായിട്ട് പരിഗണിക്കുമോ അല്ലേ എന്നുള്ളത്. എങ്ങനെ അതെ ശരിയാ, ഓതി കൊടുക്കുമ്പോഴേ അതെ അല്ല അതായത് മൂന്നാമത് പറഞ്ഞ രൂപല്ലേ അത്. പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് കാഫിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ സംഭവിക്കാം. ഉദാഹരണത്തിന് എല്ലാവരും ശ്രദ്ധിക്കട്ടോ, അക്ഷരം ഞാൻ ഒരു ചർച്ചയുടെയാണ്, തീരുമാനങ്ങളൊക്കെ തന്നെയാണ് പറയേണ്ടത്. ഇപ്പോൾ താഇന് നമ്മൾ ഹംസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഉദാഹരണത്തിന് തബ്ബത്ത് എന്നൊരാൾ നിർത്തുകയാണ്, അതായത് സൂറത്തു തക്വീർ ഓതാണ് അല്ലെങ്കിൽ സൂറത്തുൽ ഇൻഫിത്താർ ഓതാണ്. അതിൽ ചില ആയത്തുകളൊക്കെ തായിൽ അവസാനിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇദ ശംസു കുവിറത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് എവിടെയാണ് അവസാനിച്ചത്, അല്ലെങ്കിൽ നാവ് എവിടെ വെച്ചിട്ടുണ്ട്? തായിൻ്റെ മഖ്റജിൽ വെച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ ഒരക്ഷരം കേൾക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു തങ്ങൾ പറഞ്ഞ പോലെ അതാ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ശിഷ്യന്മാർക്ക് ഓതി കേൾപ്പിക്കുക. അങ്ങനെ ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ അൽ അഖ്ദു അനിൽ മശായിഖ് നമ്മൾ ഉസ്താദന്മാരിൽ നിന്ന് കേൾക്കുക. അങ്ങനെയുള്ള സമയത്ത് ഞാനോ അല്ലെങ്കിൽ നിങ്ങൾ ഓതി കൊടുക്കുമ്പോൾ നമ്മൾ കുവിറത്ത് വ ഇദൻ നുജൂമു കദറത്ത് അല്ലെങ്കിൽ ഇടയിൽ വരുന്ന രൂപത്തിലുണ്ടാവും. ഉദാഹരണത്തിന് ഒരു പദത്തിനിടയിൽ സുക്കൂനായി വന്നത് ആരാ? അല്ലെ പദത്തിനിടയിലോ അല്ലെങ്കിൽ തുടർന്നുള്ള ഒത്തിൽ വഖഫിലല്ലാതെ വന്നത് ആരാ പറയാ? അതെ കറക്റ്റ്, യെസ്, നഅം മാഷാ അല്ലാഹ്. തത്ബഉഹ അല്ലെ? ഇപ്പം ത എന്നുള്ളത് കേട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ സുക്കൂനുള്ള താവും അതേപോലെ തന്നെ ത എന്ന് പറയുന്ന പോലെ മഖ്റജിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ തത്ലൂന തത്ബഉഹ. അപ്പോൾ ഇതിപ്പോൾ ഒരു അക്ഷരം ഓതി കേൾപ്പിച്ചു അല്ലെങ്കിൽ പിന്നെ ശരിയായ രൂപത്തിൽ ഓതിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിലാണ് നമുക്ക് സംശയം വരുന്നത് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ കാഫും അങ്ങനെ തന്നെ. ഇപ്പോൾ നമ്മൾ ഒരാൾ ഓതി കൊടുക്കുമ്പോൾ ദിക്റക് എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥലത്തും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? മഖ്റജിലേക്ക് പോകുന്നുണ്ട് അല്ലേ? മഖ്റജ് തമ്മിൽ മുട്ടുന്നുണ്ട്. പക്ഷേ ഒരക്ഷരമായിട്ട് നമ്മൾ പുറത്തേക്ക് ഓതി കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കേൾപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഓതുന്ന ആളാണെങ്കിൽ അയാൾ ഓതിയിട്ടുണ്ടോ? അതെ 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 അതെ. അപ്പോൾ ആ രൂപത്തിൽ ഇതിനെ ഒന്നുകൂടെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ ഉസ്താദന്മാരെ ഓത്തുന്ന പോലെ തന്നെ ഇഖ്റ ബിസ്മി ഇഖ്റ ബിസ്മി. പിന്നെ ഉസ്താദന്മാർ പറയാറുണ്ട് ഇതുപോലെ ഈ ത കാഫ് ഹംസ ഈ അക്ഷരങ്ങളിലൊക്കെ നമുക്ക് കൽക്കല ഇല്ലാത്ത അക്ഷരങ്ങളാണ് അല്ലേ? ത. പക്ഷെ അതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. ഒരു ചർച്ചയായിട്ട് എൻ്റെ ഉസ്താദന്മാരോട് ചോദിക്കണം, നല്ല ഖിറാഅത്തിൻ്റെ ഉസ്താദന്മാരോടൊക്കെ ഇതിലുള്ള തഹ്ഖീഖൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ത എടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ കാഫ് പിന്നെ ഹംസ ഈ മൂന്ന് അക്ഷരങ്ങളും സുക്കൂനിൽ എന്തില്ല? കൽക്കല ഇല്ലാത്ത അക്ഷരങ്ങളാണ് അല്ലേ? എന്നാൽ ഒരാൾക്ക് കുവിറത്ത് എന്ന സഹീഹായ രൂപത്തിൽ ഓതാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ അത് നന്നായിട്ട് പഠിച്ചു പരിശീലിച്ച് കഴിവുണ്ടാക്കണം. പക്ഷേ അതുവരെ
അയാൾ എന്ത് ചെയ്യുക, ഹംസക്ക് സുക്കൂൻ കൽക്കല ഇല്ലാതെ അയാൾക്ക് പുറത്തേക്ക് വെളിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യട്ടെ, കൽക്കലയോടുകൂടെ ഉച്ചരിക്കട്ടെ എന്ന് സാമാർ പറയാറുണ്ട്. പിന്നെ കൽക്കല ഒഴിവാക്കണം. കാരണം എന്തുകൊണ്ട്, കൽക്കല എനിക്ക് കൽക്കല വരും, അല്ലെങ്കിൽ പിന്നെ ലാ തഖുദുഹു, ഇത് പലരും നമ്മളോട് പറയാറുണ്ട് അല്ലേ, ലാ തഖുദുഹു എന്നായി പോവും. അല്ല ഹംസനെ കറക്റ്റ് സഹീഹായി ഉച്ചരിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് വരും, കൽക്കല വരും. അപ്പോൾ ഉസ്താദ്മാർ എന്ത് പറയാറുണ്ട്, കാരണം ഇത് രണ്ടും ഒപ്പിച്ചു നോക്കുകയാണെങ്കിൽ സഹീഹായ ഉച്ചാരണത്തോട് പിന്നെ അക്ഷരം ഉച്ചരിച്ചു എന്ന രൂപത്തിൽ 100% ആവുന്നത് ഏതാണ്, കൽക്കലയോടുകൂടെ ഉച്ചരിക്കുമ്പോഴാണ്. അത് പൂർണ്ണമായും സഹീഹായിട്ടില്ല, അതിൻ്റെ ഒരു വസ്ഫിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. എങ്കിലും ഉച്ചാരണം എന്തായിട്ടുണ്ട്, ഷിദ്ദത്തൊക്കെ നൽകി അതിൻ്റെ മഖ്റജ് കറക്റ്റ് പോയിന്റിൽ നിന്ന് മാത്രമായിട്ട് ഉച്ചരിച്ചിട്ടുണ്ട്. ലാ ത അല്ലെങ്കിൽ തത്ലൂന കൂവിറത്ത് തത്ലൂന എന്ന് പറഞ്ഞാൽ. അതേ സമയത്ത് നമ്മൾ സമീഉ ദുആ എന്ന് പറഞ്ഞാൽ മഖ്റജിലെ ശബ്ദം മുറിഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു ഹംസ ഉച്ചരിച്ചതായിട്ട് നമുക്ക് പറയാൻ പറ്റൂല എന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, ആ രൂപത്തിലൊക്കെ നമ്മൾ ഈ ഭാഗം ഈ ഹംസയുടെ കാര്യത്തിലൊക്കെ അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ ഉസ്താദുമാരെ നമുക്ക് പോലും തെറ്റുന്ന മറ്റൊരു സ്ഥലമാണ് ഈ 2 ആയത്തുകൾ, 1-2 ആയത്തുകൾ വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ഖലഖ് അലഖ് ഇങ്ങനെ ഖാഫും ഖാഉം മിക്സ് ആയിട്ടുള്ള ഒരു ഉച്ചാരണം, അത് നമ്മൾ വളരെ സൂക്ഷിച്ച് പരിശീലിക്കണം. വളരെ ക്ലിയർ ആയിട്ട് കാറ്റ് നടക്കാതെ ഖലഖ് ക്ലിയർ വോയിസ് ആക്കണം. ഖലഖ് അലഖ് ഇങ്ങനെ. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്, ഖലഖ് എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അതേ വിഷയം. അപ്പോൾ ഹംസ ത കാഫ് ഖാഫ്, അതേപോലെ തന്നെ ഖാഫ് ഇപ്പോൾ 4 അക്ഷരമായി, ഇതൊക്കെ സുക്കൂനാകുമ്പോൾ ചിലപ്പോൾ തീരെ കേൾക്കാതിരിക്കാം. ഷിദ്ദയുള്ള അക്ഷരങ്ങളിലൊക്കെ ഇത് സംഭവിക്കാം, എല്ലാവരും മനസ്സിലാക്കുക. ഷിദ്ദത്തിൻ്റെ എത്ര അക്ഷരങ്ങൾ, 8 അക്ഷരങ്ങൾ. ഈ 8 അക്ഷരങ്ങളും പൂർണ്ണ ബലമുള്ള അക്ഷരങ്ങളായതുകൊണ്ട് അവിടെ നമ്മൾ അക്ഷരവും അല്ല ശബ്ദം പൂർണ്ണമായും അടയുന്നു, മഖ്റജ് പൂർണ്ണമായി ക്ലോസ് ആയി പോകുന്നത് കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ പറഞ്ഞാൽ, പ്രത്യേകിച്ച് വഖഫിലൊക്കെ അത് സുക്കൂനാവുന്ന സമയത്തൊക്കെയും അത് പുറത്തേക്ക് കേൾപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ ഹഖ് എന്ന് മാത്രം പറയാതെ വതവാസൗ യസീദ് ഉസ്താദ് വതവാസൗ ഖ് ഉണ്ടോ ബിൽ ഹഖ് അങ്ങനെ കേൾപ്പിക്കണം. അതേപോലെ തന്നെ ഖാഫ് ആയിപ്പോ ഖലഖ് എന്നായിപ്പോ ശ്രദ്ധിക്കണം, അലഖ് ആയിപ്പോവരുത്. പിന്നെ അൽ അക്രം എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഒരു മലബാരി സ്വരത്തിലേക്ക് കാഫ് പോവുക, അപ്പോൾ അക്രം അങ്ങനെ ആയി പോവുക, അക്രമം. അതും നമ്മൾ വളരെ ശ്രദ്ധിക്കണം, കാരണം അറബിയിൽ അങ്ങനെ അല്ല. അക് റോ ഇങ്ങനെയാണ് വരിക, അക് റോ. അപ്പോൾ ഇഖ്റ വറബ്ബുകൽ അക്രം, ഇത് വലിയ കാര്യങ്ങളിൽ നിന്ന് വരെ കേൾക്കുന്നുണ്ട്. ഫയഖൂലു റബ്ബി അക്രമൻ ഇങ്ങനെ പോകുന്നുണ്ട്, വലിയ വലിയ ഓത്തേര്. അവിടെ എന്താ മിസ്റ്റേക്ക് വന്നു എല്ലാവരും പറയും, എല്ലാവരും പറഞ്ഞാലേ ക്ലാസ് ഉഷാറാവുള്ളൂ. ഓക്കെ, ഷെദ് വന്നിട്ടുണ്ട്, കൽക്കല വന്നത് മാത്രമല്ല അബ്ദുൽ മജീദ് ഉസ്താദ്, ഷെദ് വന്നിട്ടുണ്ട്. അക്രമൻ എന്ന് പറയുമ്പോൾ ഷെദ്, ഏറ്റവും വലിയ ഷെദ് എന്താണ്? അപ്പൊ കൽക്കല വരുമ്പോൾ പിന്നെന്താണ്, കൽക്കല വന്നു എന്നേ ആവുള്ളൂ. അതേസമയത്ത് ഷെദ് വന്നാൽ അത് ജലിയായ ഖത്ആയി. കാരണം എന്താണ് യസീദ് ഉസ്താദ്, ഷെദ് വരുമ്പോഴേ അക്രമൻ എന്ന് പറയുമ്പോൾ ജലിയായ ഖത്ആ ആവുന്നില്ല, അക്രമൻ എന്ന് പറയുമ്പോൾ ജലിയായ ഖത്ആയി. എന്താണ് അതിൻ്റെ മെയിൻ? കറക്റ്റ്, അവിടെ എന്തായി, സിയാദത്തുൽ ഹർഫ് ഉണ്ടായി അല്ലേ. അപ്പോൾ ഉസ്താദ്മാർക്ക് ഒരു വൃത്തം, ഒരു ഫ്രെയിം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ, ജലിയും ഖഫിയും. അതിൽപ്പെട്ട ഒരു മെയിൻ ഫ്രെയിം എന്താണ്, എങ്ങനെയാണ് ഈ തെറ്റ് ജലിയാവുക,
ഈ തെറ്റ് ഖഫിയ. അതിൽ മെയിൻ 2 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം. ഇതെല്ലാവരും എഴുതി വെക്കുക. ഒന്ന്, സിയാദത്തുൽ ഹുറൂഫ് ഉണ്ടോ, അക്ഷരം കൂടിയിട്ടുണ്ടോ ഒരക്ഷരം, എങ്കിൽ അതെന്താണ്, ജലിയാണ്. അല്ലെങ്കിൽ നുഖ്സാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരക്ഷരം കുറയുക. റബ്ബിൽ ആലമീൻ എന്നൊരാൾ പറഞ്ഞാൽ അവിടെ മദ്ദക്ഷരം പൂർണ്ണമായും പോയി സ്പീഡിൽ ഓതുമ്പോഴേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മിൻ എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അവിടെ എന്തുകൊണ്ട്, സിയാദത്താണോ നുഖ്സാൻ? അപ്പോൾ മെയിൻ കാര്യം കുറേ ഉണ്ട്, അതിൽപ്പെട്ട 2 നമുക്ക് കിട്ടി. സിയാദത്തുൽ ഹർഫും നുഖ്സാൻ, അക്ഷരം കുറഞ്ഞു പോവുക. അപ്പോൾ ഒന്നുകൂടെ എല്ലാവരും ഒന്ന് ഓതിയാട്ടെ. ഫയഖൂ. അതെ അതെ, എവിടെയൊക്കെ നമ്മൾ കാഫിന് സുക്കൂനാവുമ്പോൾ അക്റമൻ അക്ക് എന്ന് പറയുന്നുണ്ടോ അത് ഷദ്ദാണ്. അക്ക് നോക്കൂ, നിങ്ങൾ നോക്കൂ, സുക്കൂനുള്ള കാഫ് പറഞ്ഞു നോക്കുക. അക്ക്. ഇനി അക്ക് ഷദ്ദല്ലേ? ആണ്, ഷദ്ദാണല്ലോ. അപ്പോൾ വാങ്കിലാവട്ടെ അത് സിയാദത്തുൽ ഹർഫ് ഉണ്ടായാൽ അത് വലിയ മോശമുള്ള ലഹനായി, സഹീഹാവൂല. അക്ബർ അക്ബർ ഖലഖൽ ഇൻസാന. യെസ്, ഖലഖൽ ഇൻസാൻ. അതൊന്നും വ്യാപകമായിട്ട് ആളുകൾ പഠിച്ചു വെച്ചൊരു മിസ്റ്റേക്കാണ് കേട്ടോ. അവിടെ എന്താ നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെ മനസ്സിലേക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? കാരണം അത്രയും വർഷങ്ങളായിട്ട് അവർ ഖലഖൽ ഇൻസാനാന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്, ഓതുകയും ചെയ്യുന്നുണ്ടാവും. പെരുന്നാൾ തക്ബീറിൽ യെസ്, പെരുന്നാൾ തക്ബീറിൽ ഷദ്ദ് വരാറില്ല എൻ്റെ ഒരു ഓർമ്മയിൽ. അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഹംസ വാവാറുണ്ട്, അത് വലിയൊരു മിസ്റ്റേക്കാണ്. പക്ഷേ കാഫിൻ്റെ അവിടെ ഷദ്ദ് വരാറില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നറിയാം. ബോർഡിൽ എഴുതി കൊടുക്കുക നിങ്ങൾ. ഖലഖൽ, എല്ലാ കുട്ടികളോടും ഉറക്കെ വായിക്കാൻ പറയാം. ഖലഖൽ, പിന്നെ ഇൻസാൻ എഴുതുക. അങ്ങനെ ഖലഖൽ ഇൻസാന. അപ്പോൾ ഇത് 2 അക്ഷരമാക്കിയിട്ട് അവരെ മനസ്സിലേക്ക് നമ്മൾ ശ്രദ്ധയിലേക്ക് പിന്നെ ആക്കി കൊടുക്കുക. എന്നിട്ട് ചേർത്ത് ഓതുമ്പോൾ 2 അക്ഷരവും 2ആയിട്ട് അൽ ഇ അൽ ഇ അൽ ഇ അതെ. അതെ അതെ, ഇപ്പോൾ അന്നഷറിലും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് താ സുക്കൂനാവുമ്പോൾ ഉച്ചരിക്കും, അല്ലെങ്കിൽ താ മൊത്തത്തിൽ ഉച്ചരിക്കുന്ന സമയത്ത് ഇപ്പോൾ കൂവിറത്സ് കൂവിറത്സ് അല്ലേ, അവിടെ ശരിക്കും എന്ത് പറയുന്നുണ്ട്? നമ്മൾ ഇംഗ്ലീഷിലൊക്കെ സ്റ്റാർട്ട് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സീൻ വരുന്നുണ്ട് അല്ലേ. കൂവിറത്ത്, അതായത് അത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ സീനിൻ്റെ മഖ്റജിലേക്ക് നാവ് പെട്ടെന്ന് സ്ലിപ്പായി വീണ് എന്ന് വരുന്നുണ്ട് അവിടെ. അപ്പോൾ അതായത് ത് സ എന്ന് നമുക്ക് പറയാലോ, ഇംഗ്ലീഷിലും മറ്റൊക്കെ അങ്ങനെ ആ രൂപത്തിലൊക്കെയുള്ള ഉച്ചാരണങ്ങൾ വരാറുണ്ട്. അപ്പോൾ ത് സ എന്ന് പറയുന്ന പോലെ ആയില്ലേ അങ്ങനെ പറയുമ്പോൾ. ഇനി കാറ്റ് കൂടുതലാവൽ എല്ലായിടത്തും ഇങ്ങനെ വന്നോളുന്നില്ല. അതേസമയത്ത് സീൻ ആയിട്ട് പരിഗണിക്കാവുന്നിടത്തൊക്കെ എന്താണ് അതൊരു വലിയ മിസ്റ്റേക്ക് തന്നെ ആവില്ലേ. ചിലപ്പോൾ മെയിൻ ശബ്ദം സീനായിട്ടൊക്കെ വരാറുണ്ട്. അതായത് കൂടുതലും വെളിവാകുന്നത് എന്തായിരിക്കും? സീനായിരിക്കും. അതിൻ്റെ തുടക്കത്തിൽ ചെറിയൊരു എന്ത് കഷ്ണം ഒരു 20% താവും. ഏതുപോലെ എന്നറിയോ? അതെ, ശരിയാണ്. സൂറത്തുൽ ഖാശിയ എല്ലാവരും ശ്രദ്ധിക്കുക. തങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. നമ്മളൊക്കെ ഉസ്താദന്മാരും ഇമാമിങ്ങളൊക്കെയാണ്, ഖതീബന്മാരാണ്. അപ്പോൾ അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഇങ്ങനെ ഓതി പഠിക്കുക. ഖുലിഖത് ഖത് ഖത് എന്ന് പറഞ്ഞ് കാറ്റ് തീരെ നടന്നിട്ടില്ലെങ്കിൽ അക്ഷരം പുറത്തേക്ക് ആളുകൾ കേൾക്കുന്നില്ല. കൂവിറ അല്ല, എന്താ പറഞ്ഞത്? ഖുലിഖത് ഖത്. അപ്പോൾ കാറ്റൊരൽപ്പം വെളിവാക്കുക. ഖുലിഖത് ഖത് ഖത് അങ്ങനെ.
മഖ്റജിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതുകൊണ്ട് കാറ്റ് വരണം. മഖ്റജിന് പുറത്തേക്ക് കാറ്റ് കൊണ്ടുവന്നതുകൊണ്ടല്ലേ ഈ സീനിന്റെ മിക്സ് വരുന്ന അവസ്ഥ. അങ്ങനെയും പറയാം. അത് മറ്റൊരു സീനിൻ്റെ മഖ്റജ്, അതായത് എല്ലാവരും കൊണ്ട് നോക്കുക, താവും സീനാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് അല്ലേ. താവ് പറയുമ്പോൾ സീന് വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ്. നിങ്ങൾ നോക്കൂ, നാവിൻ്റെ തലയും താവിൻ്റെ മഖ്റജ് പറയൂ. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും തെറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളത്. ആണോ? മുരട് മാറിപ്പോരുത് കേട്ടോ, അത് ശരിക്കും ഹൈഫുള്ളാക്കണം. നാവിൻ്റെ തലയും മേലെ മുമ്പലിൻ്റെ മുരടും അല്ലേ. അത് പല്ലുകൂടെ ചേരുന്നത് കൊണ്ടാണ്, പല്ലിൽ കൂടെ ടച്ചിങ് ഉള്ളത് കൊണ്ടാണ് മുരട് എന്ന് പറയാൻ കാരണം എന്ന് നമുക്ക് കിതാബിൽ വിശദീകരിച്ച് കാണാം. ഇനി സീനിൻ്റെ മഖ്റജ് എവിടെയാണെന്ന് അറിയാം. ഇതിപ്പോൾ എല്ലാവരും ക്ലിയറായി, മുൻപല്ലിൻ്റെ മുരടാണ്. ഇനി തൊട്ടടുത്ത മഖ്റജാണ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ കൂർത്താറ്റ ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെയാണ് തൊട്ടടുത്ത മഖ്റജ്. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുള്ളൂ, നാവിൻ്റെ ആ കൂർത്താറ്റ ഇങ്ങനെ ഷാർപ്പായിട്ട്. അപ്പോൾ ഈ താവ് പറയുമ്പോൾ ഇങ്ങോട്ട് താഴോട്ട് വീഴാനും ആ കാറ്റ് നടക്കുക എന്നുള്ള താൻ്റെ സ്വഭാവം ഇവിടെ ഉണ്ടാവുകയും ചെയ്താൽ ഉസ്താദ് അപ്പോൾ എന്തായി? സീനായി. താൻ്റെ കാറ്റ് നടക്കുക എന്നുള്ള സ്വഭാവം നീണ്ടുപോവുകയും ഇങ്ങോട്ട് നാവ് ഈ സീൻ്റെ മഖ്റജ് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് താഴോട്ട് വീണാൽ എന്തായി? സീനായി അല്ലേ. നമ്മൾ ശരിക്കും അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നാവ് ഇവിടെ തന്നെ വെക്കുക, എന്നിട്ടൊരൽപ്പം കാറ്റ് നടത്തുക. ഉണ്ടോ? അപ്പോൾ താഇൻ്റെ കാറ്റ് നടക്കുക എന്നുള്ള സ്വഭാവമല്ലാതെ അവിടെ നമുക്ക് സീന് തോന്നുന്നേ ഇല്ല. ഉണ്ടോ? ഇല്ല. അതെ അതെ. അപ്പോൾ സീനിലേക്ക് വരുന്ന സമയത്ത് താഇനെ സീനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് താ. ഷദീദാണ്, സ്ട്രോങ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കുവിറത്ത് എന്ന് പറയുമ്പോൾ ഈ ഷിദ്ദത്തിൻ്റെ സ്വഭാവമൊക്കെ എന്തായി? പൂർണ്ണമായിട്ടും പോയി, നഷ്ടപ്പെട്ടു. സീനിൻ്റെ സ്വഭാവത്തിലേക്ക് പോയി, റിഖ്വ് എന്നുള്ള സ്വഭാവത്തിലേക്ക്. അപ്പോൾ മഖ്റജ് കൊണ്ട് നോക്കുകയാണെങ്കിലും ഈ ഷിദ്ദ റിഖ്വ് എന്നുള്ള വിശേഷണം കൊണ്ട് നോക്കുകയാണെങ്കിലും ഈ താ സീനിലേക്ക് പോയി എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു വിശദീകരണത്തോടു കൂടെ തന്നെ നിങ്ങളൊന്നുകൂടെ ചിന്തിച്ച് നോക്കുക. ആ രൂപത്തിൽ അത് മനസ്സിലായതിന് ശേഷം അത് പോയിൻറ്റ്സൊക്കെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ സിഫത്തൊക്കെ പഠിച്ച ആളുകൾക്ക് ആ രൂപത്തിലും, അല്ലാത്തവർക്ക് കാറ്റ് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ മതി. സ്ട്രോങ് ലെറ്റർ എന്നൊക്കെ പറയാം, പൂർണ്ണബലുള്ള. ഓക്കെ. പിന്നെ അല്ലദി അല്ലമൽ. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ഓതേണ്ടതെന്ന് അറിയോ? വറബ്ബുകൽ അക്റം. ഉണ്ടോ? അക്രം വരരുത്. ഒന്നുകൂടെ. വറബ്ബുകൽ. അക്ക് പറ്റൂല. റബ്ബുക്കല്ല. നോക്കൂ, ആ വേർഡിന്റെ കോലം തന്നെ മാറി. രണ്ടെണ്ണം ആക്കൂ. അൽ അ. അതെ, അക്റം. ഇപ്പൊ അബ്ദുല്ലാഹി യസീദ് ഉസ്താദ് എന്നോട് പറയൂ. വറബ്ബുക്കൽ അക്റം. ഇങ്ങനെയാണ്. അക്റം. അതെ, അക്റം അക്റം. ഒന്നുമില്ല, നമ്മള് അതെ അതെ. ഇവിടെ നമ്മൾ അക്ഷര പരിശീലനം, ഒരു ഖ ഖു ഖി ബഖ്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് എൻ്റെ മുഖം കാണുന്ന രൂപത്തിൽ തന്നെ മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല. അക്ഷര പരിശീലനം ഗ്രൂപ്പിലൊക്കെ വിടുന്നുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പുകൾ, ഉസ്താദുമാരതും ഉള്ള മദ്രസ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അവർക്കൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ തന്നതുപോലെ ഒരു നിശ്ചിത ഡേറ്റൊക്കെ വെച്ചിട്ട് ഇന്ന ഡേറ്റ് മുതൽ തർത്തീബായിട്ട് ഈ വീഡിയോസുകൾ നിങ്ങളിലേക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് ഒരു വീഡിയോസ് ഒരു ദിവസം ആ രൂപത്തിൽ നിങ്ങളത് പ്രചരിപ്പിക്കണം. കാരണം ഖുർആനോത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ 100 മാർക്ക്, 35 മാർക്ക് പറ്റൂല, 100 മാർക്ക് നേടിയിട്ട് പാസ്സായിട്ട് അങ്ങോട്ട് അടുത്ത ഖിറാഅത്തിലേക്ക് കടക്കേണ്ട ബേസാണ്. ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബേസാണ് എല്ലാ അക്ഷരങ്ങളും, 28 അക്ഷരങ്ങളും. ഹ, ഹു,
ഹി ബഹ്. ഇത് കേൾക്കലും പ്രാക്ടീസ് ചെയ്യലും മാത്രമല്ല, അതിൽ ഈ 100 മാർക്ക് ഇടാൻ അല്ലെങ്കിൽ ഇപ്പോൾ 50 മാർക്കേ ഉള്ളൂ എന്ന് കൃത്യമായി വിലയിരുത്താൻ കഴിവുള്ള ആളുകൾക്ക് നമ്മൾ ചൊല്ലിക്കൊടുക്കണം. എന്നാലേ നമ്മൾ അത് ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പ്രചരിപ്പിക്കുക കേട്ടോ. കുറച്ച് സമയം കൂടുതലായിപ്പോയി. ഇനി 5-ാമത്തെ ആയത്തിൽ ഈ കലം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ബിൽ കലം എന്നാവരുത്, ബിൽ കലം. മാലം യഅലം. അക്ഷര പരിശീലനം അതിൻ്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഐൻ സുക്കൂനാവുമ്പോൾ അവിടെ വന്നേക്കാവുന്ന ഒരു മിസ്റ്റേക്ക്, അക്ഷരം തന്നെ അല്ലാതായി പോകുന്ന രൂപത്തിലുള്ള ഒരു മിസ്റ്റേക്ക്, അത് വളരെ വ്യാപകമായിട്ടുള്ള എന്താണ്, ഒരു ജൗഫിൽ വായയുടെ അല്ലെങ്കിൽ തൊണ്ടയുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ശബ്ദമായി മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? മാലൂം എന്നുള്ളിടത്ത് എന്ത് പറയുക? മാലൂം. മാലൂം എന്നായി പോവുക. അഅ്ബുദു എന്ന് പറയേണ്ട ഈ എന്ന് പറയുമ്പോൾ കണ്ടങ്ങൾ തൊണ്ടയുടെ പറയേ മധ്യത്തിൽ. അപ്പം മുകളിലും അല്ല താഴെയല്ല, മധ്യം എന്ന് പറയുന്ന കറക്റ്റ് പോയിന്റിൽ മാത്രം അവിടെ നിന്ന് തന്നെ അക്ഷരം ഉത്ഭവിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരന്നു പോകുന്നില്ല. അപ്പോഴല്ലേ അത് അതിൻ്റെ മഖ്റജ് ബേസ് ചെയ്തിട്ട് വരുന്നു എന്ന് പറയാം അല്ലേ യസീദ് ഉസ്താദ്? അപ്പോൾ അതെങ്ങനെ ഉണ്ടാവേണ്ടത്? അഅ്ബുദു എന്നല്ല. അത് നമ്മൾ എത്ര വലിയ ഉസ്താദായിട്ട് പറയുകയാണെങ്കിലും നമ്മൾ ഓതുന്നത് ശരിയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇയ്യാക നഅ്ബുദു അങ്ങനെ ഒരു ഉസ്താദ് ഓതി തന്നാൽ, ഞാനാവട്ടെ വേറെ ഏത് ഉസ്താദാണെങ്കിലും, നിങ്ങൾ ആ അക്ഷരത്തിന് മഖ്റജ് നോക്കൂ, കറക്റ്റ് പോയിന്റ് ആയിട്ടുണ്ടോ? ഇയ്യാക നഅ്ബുദു ആയിട്ടില്ല. അപ്പോൾ തെറ്റാണ്, ആരാണെങ്കിലും തെറ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ സിഫത്ത് എന്താണ്? റിഹ് ഇങ്ങനെ വയന്ന് നീണ്ടുപോലെ ഔലമു പോലെയാണോ? എല്ലാവരും പെട്ടെന്ന് പറഞ്ഞാട്ടെ. അതിൻ്റെ സിഫത്ത് ഷിദ്ദ റിഹ് തവസ്സുത്ത് ഇതിലാരാണ്? 1 2 3 തവസ്സുത്താണ്. തവസ്സുത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദുമാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? അതിൽ ഷിദ്ദത്തിൻ്റെ സ്വഭാവമായ ബലവും ഉണ്ടാവും, അതോടൊപ്പം റിഹുവിൻ്റെ സ്വഭാവമായ അതിൽ നിന്ന് കുറച്ചും ഉണ്ടാവും. അതാണ് ഇബ്നുൽ ജസീർ റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ ഇബാറത്ത് നോക്കൂ ഉസ്താദുമാർ. വബൈന റിഹ്വിൻ വശദീദി ലിൻ ഉമർ ഉണ്ടോ? അപ്പോൾ ഉസ്താദുമാരെ എങ്ങനെ വിശദീകരിച്ച് തരാൻ അറിയോ? എന്താ ഈ തവസ്സുത്ത് എന്ന് പറഞ്ഞാൽ? ഷിദ്ദയുടെ അക്ഷരങ്ങളിലുള്ളതുപോലെ പൂർണ്ണമായും ശബ്ദം അടഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പൂർണ്ണ ബലവുമില്ല, എന്നാൽ റിഹ്വിലുള്ള അക്ഷരങ്ങളെപ്പോലെ പൂർണ്ണമായ ഒഴുക്കും ഇല്ല. അങ്ങനെയാണ് ഉസ്താദുമാർ അർത്ഥം വെച്ച് തരിക തവസ്സുത്ത്. അപ്പോൾ അതിനോട് യോജിക്കുമോ നമ്മൾ? ഇയ്യാക നഅ്ബുദു യോജിക്കോ? ഇല്ല. അപ്പോൾ നമ്മൾ പിന്നെ ഉസ്താദുമാരല്ലേ, അപ്പോൾ നമ്മളോട് എന്തുകൊണ്ട് അത് ശരിയല്ല എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കിട്ടണം. അതിപ്പോൾ ഞാൻ 2 കാര്യം പറഞ്ഞു. ഒന്ന്, മഖ്റജ് കൃത്യമായ മുഅയ്യനായ മഖ്റജുള്ള ഒരു അക്ഷരമാണ്, അതിന് നമ്മൾ കൊടുത്തിട്ടില്ല. 2, തവസ്സുത്ത് നഷ്ടപ്പെട്ടു, തീരെ ബലമില്ലാതെ ആയിപ്പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞാട്ടെ, മാലം യഅലം. ഇത്ര മതി. അതെ, മാഷാ അല്ലാഹ്. ഷബീർ ഉസ്താദ് പോയി, അത് കറക്റ്റ്. നമ്മൾ ഇടങ്ങേറാക്കരുത്. മാലം യഅലം ഇങ്ങനെയൊന്നും ആക്കരുത് കേട്ടോ. മാലം യഅലം. നഅം. അതെ അങ്ങനെ തെറ്റുണ്ടാവാറ് ശരിയാണ്. വലിയ കാര്യങ്ങൾ നമ്മളൊക്കെ കുട്ടികൾക്കൊക്കെ ഓത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അവരല്ലേ ചില സ്ഥലത്ത് യഅലമു എന്ന് പറയും, ചില സ്ഥലത്ത് വഅലമു അങ്ങനെ ഓതും. അപ്പം രണ്ടും കൂടെ ആവൂലല്ലോ. അപ്പോൾ വഅലമു എല്ലായിടത്തും ഒരേപോലെ. എവിടെയൊക്കെ സുക്കൂനുള്ള ഐനുണ്ടോ? ഇനി വഖഫിലാണെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ. യുതാഉ ഒരായത്തിൻ്റെ അവസാനമാണ്. എങ്ങനെ എല്ലാവരും നിർത്തിയട്ടെ. യുതാഉ എങ്ങനെ നിർത്തുക? വഖഫ് യുതാഉ. അതെ അതേപോലെ തന്നെ നമ്മൾ സൂറത്തു ത്വാരിഖിൽ വസ്സമായി എല്ലാവരും വരും, നമ്മൾ പഠിക്കാൻ വന്നവരാണ്.
ذاتر الرجع. അപ്പോൾ എങ്ങനെ വഖഫ് ചെയ്യുക? والسماء റജഅ എന്നായി പോരുത് കേട്ടോ. റജ് രണ്ട് സുക്കൂനാണ്. റജഅ റജഅ ട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഓതി തന്ന ഉസ്താദ് റജഅ ഒരു 50% ഫത്ഹാണ് കേട്ടോ. അത് പറ്റൂല. റജ് റജഅ രണ്ട് സുക്കൂനായി. ജ് ഇപ്പോഴും ശരിയായത് കേട്ടോ. നേരത്തെ ഓതി തഫ്ഖീമായി. അപ്പം നിങ്ങൾ ഓതണ സമയമാണ് ഇതെല്ലാം. കല്ല ഇന്നൽ ഇൻസാൻ രണ്ട് ഹംസയും നമ്മൾ കാണാതെ ഓതുമ്പോൾ വരണം. ലയത്ത് കൽക്കല കൊടുക്കുക, ജഹ്റ് കൊടുക്കുക, ഷിദ്ദത്ത് കൊടുക്കുക. ഈ 3 സ്വഭാവം. കാറ്റ് നടക്കാതിരിക്കൽ, അതേപോലെ തന്നെ സ്ട്രോങ് ലെറ്ററാക്കുക, ശബ്ദം നീളരുത്, സ്ട്രോങ്, അതേപോലെ കൽക്കലയും കൊടുക്കുക സുക്കൂനായതുകൊണ്ട്. അപ്പോൾ എങ്ങനെ ഓതേണ്ടതെന്ന് അറിയോ? ല യ തു ഗോ നന്നായിട്ട് പരിശീലിക്കേണ്ട ഒരു വേർഡാണ്. ലയ തു ഗോ ലയ തു ഗോ അല്ലേ? എങ്ങനെ പറയാം? അതെ. അപ്പോൾ നിങ്ങൾ ഓദിപ്പിക്കുന്നവരാണെങ്കിൽ ലയത്ത്ഗ എന്ന ആളുകൾ ഓതിയിട്ടുണ്ടാവും. നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊരു തടിയുള്ള ആയിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ആ സ്വഭാവമൊക്കെ പോയി ലയത്ത്ഗ അങ്ങനെ പറയാം അല്ലേ? അതെ, മാഷാ അല്ലാഹ്, അഹ്സൻത്. പിന്നെ അർആഹു നമുക്കറിയാം ഇദ്ഗാം ബിലാ ഗുന്നയാണ് അല്ലേ? പക്ഷേ എന്നാലും നമ്മൾ ചെറുപ്പത്തിൽ ഓതി പഠിച്ചതുകൊണ്ട് അർആഹു അർആഹു. അപ്പോൾ നമ്മൾ മൂളി ഗുന്നത്ത് പൂർണ്ണമായി ഒഴിവാക്കുക. നമ്മളിപ്പോൾ ഓതുന്ന ഖിറാഅത്തിൽ വഴിയിൽ അത് ഇദ്ഗാം ബിലാ ഗുന്നയാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഓതണം. ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് ക്ലാസ് കൊടുക്കുകയും ചെയ്യുക. ഹുക്ം എന്താണ്? ഇദ്ഗാം ബിലാ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നല്ലോണം മണിച്ച് അങ്ങനെ ഓതരുത്. പിന്നെ എങ്ങനെ ശരിയാക്കൽ? അർറാ അല്ല, പൂർണ്ണമായും ഗുന്നത്തിന് ഒഴിവാക്കി അർറാ അർറാ ട്ടോ. പിന്നെ ഇസ്തഗ്ന ശ്രദ്ധിക്കേണ്ടതാണ്. ഗൈൻ ത നേർപ്പിച്ച് പറയണം, ഗൈൻ തഫ്ഖീമാക്കി പറയാം. ഇന്ന ഇലാ റബ്ബിക റുജഅ. അതേപോലെ തന്നെ ഇവിടെ 6-ാമത്തെ ആയത്തിലും അതുപോലെ 7-ാമത്തെ ആയത്തിൽ 8-ാമത്തെ ആയത്തിൽ 11-ാമത്തെ ആയത്തിൽ 10-ാമത്തെ ആയത്തിൽ 12-ാമത്തെ ആയത്തിൽ ഇവിടെ മുഅല്ലിമീങ്ങളൊക്കെ ആയ നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരുന്നുണ്ട്. പല ഇമാമിങ്ങളിൽ നിന്നും ആ ഒരു മിസ്റ്റേക്ക് കേൾക്കുന്നുണ്ട്. എന്താണത്? ഇവിടെ അവസാനത്തെ സ്വല്ല എന്ന ആയത്തിലൊക്കെ അവസാനിക്കുന്നത് അലിഫിലാണ്. ആ അലിഫിൻ്റെ മുകളിൽ മദ്ദിൻ്റെ കൂടുതൽ നീട്ടണം എന്ന് അറിയിക്കുന്ന അടയാളവും ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മളെ മാതിരി മദ്ദൊക്കെ അറിയുന്ന ആളുകൾ പോലും അസ്ലിയായ മദ് എന്നൊക്കെ പറയുമെങ്കിലും ഈ മദ്ദുള്ളയിടത്ത് അങ്ങനെ ശീലമായിപ്പോയി. ഹൈഫുള്ളാക്കിയ ആളുകളുടെ പിന്നിലൊക്കെ നിസ്കരിക്കുമ്പോൾ പോലും അത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളത് പ്രത്യേകം അത് ഒഴിവാക്കണം. ഒരിക്കലും അസ്ലീനേക്കാൾ കൂടാൻ പാടില്ല. അപ്പോൾ മദ്ദിൻ്റെ അടയാളം എന്തിനായിട്ടത് എന്ന് ചോദിച്ചാലോ അവിടെ നമുക്ക് മറുപടി പറയാൻ കിട്ടണം അല്ലേ? എന്താ മറുപടി പറയേണ്ടത്? ചേർത്തി ഓതുന്ന ആളെ പരിഗണിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള ഈ മുസ്ഹഫിലൊക്കെ മൊത്തത്തിൽ ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ അതായത് ലബത്ത് വന്നിട്ടുള്ളത് വസ്ലാക്കി ഓതുന്ന ആളുകളുടെ ഖിറാഅത്തിനെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നാളെ നമ്മൾ പറഞ്ഞല്ലോ സൂറത്തു ഷർഹിൻ്റെയും അതേപോലെ തന്നെ ഇനി അടുത്ത സൂറത്തുൽ ഖദറിൻ്റെയൊക്കെ ബിസ്മിയിൽ ഈ മുസ്ഹഫിലൊക്കെ എല്ലാ മുസ്ഹഫിലും ഉണ്ടാവില്ല ഷദ്ദ് കൊടുക്കാൻ കാരണം. അതുകൊണ്ടാണ് ഈ സൂറത്തിൽ നമ്മൾ വഖ്തരീബ് എന്ന് കൽക്കലയോടുകൂടി സുക്കൂൻ ചെയ്തിട്ടാണ് നിർത്തിയത്. പക്ഷേ ഇവിടെ സുക്കൂൻ എന്ത് ചെയ്തിട്ടില്ല? അടയാളപ്പെടുത്തിയിട്ടില്ല അല്ലേ? അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം? വഖ്തരിബി എന്നൊരാൾ അടുത്ത സൂറത്ത് വസ്ലാക്കി ഇങ്ങനെ ഫീ ലൈലത്തുൽ ഖദ്രി വരെ ഓതുകയാണെങ്കിൽ അയാളുടെ ഖിറാഅത്തിൽ ഈ ബ എന്തായിരിക്കും? ഇൽഹാർ ചെയ്യപ്പെട്ടതല്ല. ഇൽഹാർ ചെയ്യപ്പെട്ടതിനെ ഈ മുസ്ഹഫിൽ സുക്കൂൻ കൊടുത്തിട്ടുള്ളൂ. സുക്കൂനുള്ള അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ നൂനാവട്ടെ അല്ലാത്തതാവട്ടെ
സുക്കൂൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഏത് ഹുക്മിൽ വരുന്നവയ്ക്ക് മാത്രമാണ്? ഇൽഹാർ. അപ്പോൾ ചേർത്തി ഓതുന്ന ആളുടെ ഖിറാഅത്തിൽ ഇവിടെ ഇൽഹാർ അല്ല, പിന്നെ എന്താ ഉണ്ടാവുക? ഇദ്ഗാം. ഫഖ്തരിബ്. അതുകൊണ്ട് അതിനെ പരിഗണിച്ചിട്ട് സുക്കൂൻ അടയാളപ്പെടുത്തില്ല അല്ലേ? പിന്നെ അറഅയ്ത അല്ലദീ ഖുർആനിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സംഭവമാണ്. അവിടെ നഷ്ടപ്പെടാറുള്ള എന്താണ്? എല്ലാവരും പറയൂ. രണ്ടാമത്തെ ഹംസ. അറഅയ്ത അല്ലദീ യുകദ്ദിബ്. എല്ലാവരും ഇനി മുതൽ ശ്രദ്ധിച്ചോ. അറഅയ്തും, ഖുൽ അറഅയ്തും ഇങ്ങനെയൊക്കെ ഓതാറുണ്ട്. ഖുൽ അറഅയ്തും. കണ്ടോ, ഹംസകൾ ഇങ്ങനെ വരണം. ഖുൽ അറഅയ്തും നമ്മളെപ്പോഴും ഓതുന്ന അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓതേണ്ട ഒരു സൂറത്തിലുണ്ടല്ലോ. ആദ്യം പറയാ. സൂറത്തുൽ മുൽക്ക് അല്ലേ? അപ്പോൾ നമ്മൾ എത്രയോ കൊല്ലമായിട്ട് ഓതി വരുന്നതാണ്. അറഅയ്തും ഓതുന്നുണ്ടോ നോക്കണം. അപ്പോൾ രണ്ടാമത്തെ ഹംസ നഷ്ടപ്പെട്ടതുപോലെ അല്ലെങ്കിൽ തസ്ഹീലായി. അപ്പം എങ്ങനെ ഓതേണ്ടത്? ഖുൽ അറഅയ്തും അല്ലേ? പിന്നെ അബ്ദൻ ഇദ. ഇവിടെ സുക്കൂന് വെളിവാക്കണം. ചിലരിൽ നിന്ന് കേൾക്കുന്ന എന്താണെന്ന് അറിയാം. അബദൻ ഇദാ സ്വല്ല. അബദ. അബത്തും അവിടെ ബാഇന് സുക്കൂനാണ് അല്ലേ? പക്ഷേ ഇവിടെ അബ്ദൻ അങ്ങനെ തന്നെ പറയണം. അബ്ദൻ ഇദാ സ്വല്ല. ഉണ്ടോ എന്ത് ഭംഗിയുണ്ട്. ചുണ്ട് നേരെ പരത്തി പിടിക്കുക, നാവ് ഉയർത്തി പിടിക്കുക. സ്വല്ല അബ്ദൻ ഇദാ സ്വല്ല. സ്വല്ല അല്ലേ? എങ്ങനെ പറയേണ്ടത് ഉകാരം വരാതെ? ദൂരെ നിന്ന് കേൾക്കുന്ന ആളുകൾക്കും മാഷാ അല്ലാഹ് അഹ്സൻതും. ദൂരെ നിന്ന് കേൾക്കുന്ന ആ ക്ലിയർ ഫത്ഹ ഇങ്ങനെ കേൾക്കണം. ഇയാൾ സ്വല്ലാന്നാണോ പറഞ്ഞത് സ്വല്ലാന്നാണോ? സംശയത്തിന് പോലും വക ഉണ്ടാക്കരുത്. ക്ലിയർ ഫത്ഹ. നിങ്ങൾ എന്ത് ചെയ്യണം? വായുടെ മുൻഭാഗം സ എന്ന രൂപത്തിൽ പിടിക്കണം. സ സ സോ നോക്കി ഒരേപോലെ അല്ലേ ഇവിടെ? സ എന്ന് പറയുന്ന പോലെ തന്നെ അല്ലേ അബ്ദുല്ലാഹ് ഹാജി? സ സോ രണ്ടും ഒരേപോലെ അല്ലേ? അങ്ങനെ പറഞ്ഞു നോക്കി നിങ്ങൾ, എന്ത് രസമുണ്ട്. അപ്പോൾ ഖുർആനിലുള്ള എല്ലാ ഫത്ഹുള്ള സ്വാദും സ്വല്ല അൻ സ്വലാത്തിഹിം യുസല്ലൂന അങ്ങനെ പറയണം. അസ്സലാഹ്. പിന്നെ നഅം ഔ അമറ 12ാമത്തെ ആയത്തിൽ ബിത്ത. അയാളല്ലോ നോക്കണം, കാരണം അപ്പുറത്ത് ഖാഫാണ്. ബിത്തഖ്വ. ഇപ്പം ഖാഫ് തഖ്വ എന്നായി പോണത് മാത്രം ശ്രദ്ധിച്ചാൽ എന്താണെന്നറിയോ? ഖാഫ് ഉഷാറായി, അതോടൊപ്പം ആരും കൂടെ ഗൈറു ഉഷാറായി. ബിത്തഖ്വ എന്ന് പറഞ്ഞാൽ ത ആണ്. ഷബീർ പൂർണ്ണമായും ത ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഓപ്പോസിറ്റ് സ്വഭാവം എത്ര സ്പീഡിലാണെങ്കിലും കൊണ്ടുവരാൻ നമ്മുടെ നാവിന് പ്രാക്ടീസ് കൊടുക്കണം. ബിത്തഖ്വ ഉണ്ടോ? വളരെ സ്മൂത്തായിട്ട് ബിത്തഖ്വ ബിത്തഖ്വ അല്ലേ? ഇനി എന്താ ഇതുപോലെയുള്ള പദങ്ങളിൽ ഖാഫൊക്കെ വരും. ഖാഫ് വാവ് അല്ലെങ്കിൽ കൽക്കലയുടെ അക്ഷരം സുക്കൂനായി വരുന്നു. പിന്നെ ലമ്മോ വാവോ വരുന്നു. അവിടെ എന്താ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയാം? ബിത്തഖ്വ. ഇപ്പോൾ വലിയ ഫേമസ് ആയിട്ടുള്ള ചില യൂട്യൂബിലൊക്കെ ഉള്ള ആളുകളിൽ വരെ ശരിക്കും ലമ്മ് വരുന്നുണ്ട്. ഔ അമറ ബിത്തഖ്വ. ലമ്മായോ അല്ലേ? തഖു നമ്മൾ വത്തഖു എന്ന് പറയുന്ന പോലെ അല്ലേ? ചുണ്ടിലേക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ 1 by 1 ആയിട്ട് വാവിനെ നമ്മൾ ചുണ്ട് പൂർണ്ണമായും ലമ്മ് പറയണ പോലെ എന്ത് വരണം? ചുണ്ട് വരണല്ലേ? നോക്കി ഉവ്വ വരുന്നില്ലേ? പക്ഷേ അത് വരുന്നത് വാവിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. ഖാഫിൻ്റെ അവിടത്തേക്ക് ഒരു മൈക്രോ സെക്കൻഡ് ബാക്കോട്ട് വന്നാലോ തഖ്വ എന്നാവും. അപ്പോൾ എങ്ങനെ പറയുന്നത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബിത്തഖ് ഉണ്ടോ? ചുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. എല്ലാവരും കൊണ്ട് നോക്കും, എന്നിട്ട് പറഞ്ഞാൽ മതി. ബിത്തഖ് ഉണ്ടോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാലേ ഷബീർ ഉസ്താദ് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഖാഫ് പറയുന്ന സമയത്ത് സുക്കൂൻ ഷേപ്പ് തഖ്, അത് കഴിഞ്ഞിട്ട് വ എന്നുള്ള ഷേപ്പ്.
അതൊന്ന് കുട്ടികൾക്ക് മനസ്സിലാവും അങ്ങനെ പറയുമ്പോൾ. ബിത്തഖ്വ ബിത്തഖ്വ പറയില്ലാരും. ബിത്തഖ്വ ഉണ്ടോ? രണ്ടാൾക്കാരെന്താ പറയുന്നത്? ഉസ്താദ് തഖ്വ വ എന്ന് ഫത്ഹ പറയാൻ വേണ്ടി ചുണ്ട് ബേക്കോട്ട് വന്നത്. അപ്പോൾ അവരൊന്നുകൂടെ ഉഷാറാക്കി, നല്ലോണം അറബിക്ക് ആയിക്കോട്ടെ. ബിത്തഖ്വ ബിത്തഖ്വ നോനോ. അപ്പോൾ എന്തായി? നോനോ വേന്നല്ല, ഇംഗ്ലീഷിൽ നോക്കി നിങ്ങൾ, അല്ലെ മലയാളം എടുത്ത് നോക്കാം. വള്ളം വെള്ളം ചെറിയൊരു ചെരിവല്ലേ വന്നിട്ടുള്ളൂ. ഒന്ന് വെള്ളത്തിലൂടെ പോകുന്ന സാധനമായി. പറഞ്ഞോളൂ അബ്ദുൽ ജലീൽ. ഒന്നൂടെ. നോ വ. ഞാൻ വേ എന്നാണോ ഓതി തന്നല്ലോ? നോ വ വ എങ്ങനെയാണ് കേട്ടോ? വ വ വ വ നോ വ എന്നല്ല. നോക്കിക്കോളൂ. വ ശരിയാണോ? അല്ല, ചെറിയൊരു ചെരിവേ വന്നിട്ടുള്ളൂ. പക്ഷേ അത് റെഡി അല്ലല്ലോ, ചെരിഞ്ഞോ അല്ലേ? സാബിർ, ചെരിയാൻ പാടില്ല. വാ എന്ന് പറഞ്ഞാലോ അപ്പോൾ മലയാള ഒരു നോൺ അറബിക് ഫത്ഹായി. ഇനി എങ്ങനെ അറബി എങ്ങനെ പറയാമെന്നറിയൂ? വ വലിദിൻ വമാ വലദ്. ആ ഉദാഹരണം എല്ലാവരും എഴുതി വെച്ചോളൂ. സൂറത്തുൽ വവാലിദിൻ വമാ വലദ്. ഏത് സൂറത്ത്? സൂറത്തുൽ ഇൻസാനിലെ എഴുതി കൊടുക്കണ്ടേ നമ്മൾ ഫത്ഹുൽ മുഈനൊക്കെ നന്നാക്കണമാതിരി. ഇപ്പം നിലവിലുള്ള ഇൻസാനിലില്ല. എഴുതി നന്നാക്കിയ അല്ലേ അബ്ദുൽ മജീദ് ഉസ്താദ്? നന്നാക്കിയ ഫത്ഹുൽ മുഈൻ അറിയണ മാതിരി. ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ബലദ് അല്ലേ? സൂറത്തുൽ ഇൻസാൻ അവസാനിക്കുന്നത് ഇത് എന്നാണോ? സൂറത്തുൽ ബലദ് അല്ലേ? അല്ല, സൂറത്തുൽ ഇൻസാനിലെ എല്ലാ ആയത്തും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, രാഷ്ട്രീയക്കാർ പ്രഭാഷിക്കണമാതിരി, എല്ലാ ആയത്തും അവസാനിക്കുന്ന ഏതക്ഷരത്തിലാണ്? റായിലാണോ? അലിഫ്. ആ ഉസ്താദുമാരാ നമ്മൾ പഠിക്കണം. സബീല ഏതാ? ലാമിലാണെന്ന് പറഞ്ഞു കൊടുക്കരുത്. ഏതിലാണ്? അലിഫാണ്. പെട്ടെന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും അല്ലേ? സബീല അവസാനത്തെ അക്ഷരം ഏതാന്ന് ചോദിച്ചാൽ പല ആളുകളും പറയും. ഇല്ല, റോ എന്ന് പറയുമ്പോൾ റാ എന്ന് പറയും. നോ, നമ്മൾ 29 അക്ഷരല്ലേ? 29 അക്ഷരത്തിൽ എങ്ങനെ? അതെ, അത് ശരിയാണ്. നമ്മൾ എല്ലാ ആയത്തിൻ്റെയും അവസാനത്തിൽ ഏതാന്നല്ല ചോദിച്ചത്? നിങ്ങളവിടെ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ അതേ നമ്മൾ ചോദിച്ചിട്ടില്ല. അല്ലേ ഷബീർ ഉസ്താദ്? കുറച്ച് മന്തിഖൊക്കെ ഓതണേ അല്ലേ ഷബീർ ഉസ്താദ്? അൽഹംദുലില്ലാഹ്. നിങ്ങളെ സമയം ഞാൻ കുറേ കവർന്നെടുത്തു അല്ലേ? ഇനി വതവല്ല നോക്കിക്കോളൂ. എങ്ങനെ ഓതേണ്ടതെന്ന് അറിയോ? വതവല്ല നോക്കൂ. വതവല്ല ട്ടോ. വതവല്ല.
അങ്ങനെ പല ഖിറാത്താണ്, 10 ഖിറാത്ത് എന്ന് പറഞ്ഞ പോലെ. ഒരാൾ വ തവല്ല എന്ന് പറഞ്ഞു, ഒരാൾ വ തവല്ല. ഇപ്പം ചെറിയ പഠിക്കാൻ തജ്വീദ് പഠിക്കാൻ പാടില്ല പോലെ പറയാം. അത് ഉസ്താദെ പല ഖിറാത്തും ഉണ്ടല്ലോ, ഉള്ളതാണ്, വെറുതെ തമാശക്ക് പറയില്ല. അത് ഏതെങ്കിലും ഒന്നിൽ അത് അങ്ങനെ അയാൾ പറയണമെന്നുണ്ടെങ്കിൽ അയാൾ എത്ര ഖിറാത്ത് പഠിക്കണം? നല്ല ചിന്തിക്കുന്ന ആളുകൾ മറുപടി പറയും. ഏതെങ്കിലും ഒന്ന് പെടുന്നു പറയണമെങ്കിൽ അയാൾ എത്ര ഖിറാത്ത് പഠിക്കണം? 10 പഠിക്കണം. 10 ഖിറാത്തും അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ 2 റിവായത്തും പഠിക്കണം അല്ലേ? അപ്പോൾ അയാൾ ഏറ്റവും വലിയ ആലിമുൽ അല്ലാമയാണ് അങ്ങനെ പറയുന്ന ആൾ. അല്ലെങ്കിൽ അയാൾ ഒരു കഥയില്ലാതെ അള്ളാഹുവിൻ്റെ ഖുർആനെ പറ്റി സംസാരിച്ചു എന്നുള്ളവരെയാണ്. അപ്പം അങ്ങനെ നമ്മളെപ്പോലെ വിവരമുള്ള ആളുകൾ വരെ പറയുന്നുണ്ട് അതൊരിക്കലും പറയാൻ പാടില്ലാത്ത, അത് തോന്നിയവാസം എന്നൊക്കെ ഞങ്ങൾ പറയും നമ്മളെ നാട്ടിൽ അല്ലേ. അള്ളാഹു കാക്കട്ടെ. അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിക്കാൻ പോലും പാടില്ല. നമുക്കറിയാത്തതിൽ ഉണ്ടാവുന്ന എങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ എന്താ ഖുർആനിന് ഒരു ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കളൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, യുക്തിവാദികളൊക്കെ, മുസ്ലിം പേരിലുള്ള യുക്തിവാദികൾ, അവർ ഖുർആനെ പറ്റി, ഖുർആനാണ് അവർക്ക് ഏറ്റവും വലിയ തലവേദന. കാരണം അങ്ങനെ അവർക്ക് ഒരു മതക്കാർക്കും അവകാശപ്പെടാനില്ല. ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളത് ആ ഖിറാഅത്തിൻ്റെ രൂപമോ ഭാവമോ ഉച്ചാരണ സമയങ്ങൾ പോലുമോ വ്യത്യാസപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നു. അതുപോലെ ആശയം കൊണ്ട് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ എല്ലാവരും ജനങ്ങളെ സംശയിപ്പിക്കാനും എന്തൊക്കെ വഴികളുണ്ട് അതെല്ലാം തേടുന്നത് ഖുർആനിൽ സംശയിപ്പിക്കാനാണ് എല്ലായിടത്തും. അപ്പോൾ അവരിപ്പോൾ വ്യത്യസ്ത ഖിറാഅത്തുകൾ വരെ ഈ പ്രസംഗകരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു എന്തില്ല കഥയില്ല എന്നാ, അതേ സംസാരമായി പോവും. ഇങ്ങനെ പറഞ്ഞാൽ അതുപോലെ കാരണം ഏതെങ്കിലും ഒന്ന് പെടും, ഒരറിവുമില്ലാതെ പറയല്ലേ, ഏതെങ്കിലും ഒന്ന് പെടും. അങ്ങനെ പറയരുത്. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തായാലും പറഞ്ഞത് പഠിക്കണില്ല എന്ന് പറയാം എന്നല്ലാതെ, ഇത് പറഞ്ഞാൽ ഖുർആൻ്റെ ഒരു ആധികാരികതയോ ഒന്നുമില്ല എന്നായി പോലെ. അങ്ങനെ ഓതാന്ന് പറയുന്നത് അലം യഅലം നേരത്തെ പറഞ്ഞല്ലേ. പിന്നെ 15-ാമത്തെ ആയത്ത് നമ്പർ 15 ലഇ എന്ന ഹംസ വെളിവാക്കി. ലഇല്ലം എന്ന് പറയരുത്. ലഇല്ലം യൻതഹി യൻതഹി. ഇന്തഹ കലാമുഹു എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ടോ അല്ലേ? ഉണ്ടോ? ഉസ്താദ് പറയാൻ കാരണം അത് അത്രക്കും ഉണ്ട്, അതുകൊണ്ടാണ്. മീസ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫത്ഹുൽ മുഈനിൽ ഇടയ്ക്കിടയ്ക്ക് നന്നാക്കിയ ഫത്ഹുൽ മുഈനിൽ ഉണ്ടാവും. ഓരോ തഹ്ഖീഖാത്ത് കുറിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് എന്തുണ്ടാവും? ഇൻതഹ മുർ, നിഹായ കഴിഞ്ഞു, അല്ലെ ഇൻതഹ ഹജ്ജ് എന്നുണ്ടാവും. അപ്പം നമ്മളെങ്ങനെ വായിക്കൽ? ഇന്തഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വയലിച്ചൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എഴുതി നോക്കണതാ. നമ്മൾ വായിക്കണത് ബോർഡുമ്മൽ എഴുതണം, എന്നാലേ എത്രമാത്രം വയലിച്ചയാണ്, എന്നാലേ നമ്മളതിനെ ന്യായീകരിക്കാതിരിക്കുള്ളൂ. ഉണ്ടോ? ഇപ്പം ഇന്തഹ എന്നാണ് നമ്മൾ വായിച്ച്, ഇത് ദഹ എന്നുള്ള ഇൻഫഅലാക്കാം. ഉണ്ടോ? ഇന്തഹ യഥാർത്ഥത്തിൽ ഇത് നിഹായത്തിൽ നിന്ന് പോകുന്നതാണ്. അതിൽ ഇഫ്തഅല ബാബ്. അപ്പോൾ ഇഫ്തഅലിൽ ഫാഫിയൽ കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാവുക? ദാലാണോ? ഇഫ്തിആൽ ബാബാണ്. അപ്പോൾ നൂൻ ഫാഫിയലാണ്, ഹാവും യാവും പിന്നെ ഐൻ ഫിയലും ലാം ഫിയലും. അപ്പോൾ നമ്മളെന്താക്കുന്നത്? ഇൻതഹ ഏതാ ബാബ് ഉസ്താദേന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? ഇഫ്തഅല എന്ന് പറയും. എന്നിട്ട് പറയണതോ ഇന്തഹ. പിന്നെ വഖഫിൻ്റെ ബാബ് ഓതുമ്പോൾ അതിൻ്റെ ഇന്തിഫാ എടുക്കുക. ഇന്തിഫാ എന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി നോക്കണം. അപ്പോൾ ദഫഇന്ന് പോകുന്നതാവും. വലൗല ദഫ്ഉല്ലാഹിന്നാസ്. കണ്ടോ? ഇന്തിഫാ. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന നിയ്യത്ത് വെക്കണം എന്താ? ഇന്തിഫാ ആണ്. പക്ഷെ വരുന്നത് അപ്പോൾ അത് വളരെ വലിയ മിസ്റ്റേക്കാണ് അല്ലേ?
അപ്പം അങ്ങനെ ശീലമുള്ളതുകൊണ്ട് നമ്മൾ പലരിൽ നിന്നും കേൾക്കേണ്ടത് കല്ലാല ഇല്ലം എന്തഹിലനസ്ഫഅം ബിന്നാസിയ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് നമ്മൾ ഖുർആൻ ഓതൂല, ഖുർആൻ ആവൂല കേട്ടോ അങ്ങനെ ഓതിയാൽ. ഇല്ലം യന്തഹി. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഹാ ഉള്ളമീറിൻ്റെ ഒരു രൂപത്തിൽ നമ്മൾ എന്നോ മനസ്സിലാക്കി വെക്കുകയും അങ്ങനെ ഹാ ഉള്ളമീറിന് മുമ്പും ശേഷവും ഹറക്കത്തായതുകൊണ്ട് പലരും അവിടെ എങ്ങനെ ഓതി വെച്ചിട്ടുണ്ട് കല്ലാല ഇല്ലം യന്തഹി ലനസ്ഫഅം ബിന്നാസിയ. അപ്പം അങ്ങനെ പഠിച്ചവരൊക്കെ മനസ്സിലാക്കുക അത് ഹാ ഉള്ളമീർ അല്ല. ഇല്ലാ ബിഇദ്നിഹി എന്ന് പറയുന്ന ഹാ ഉള്ളമീർ അല്ല ഇവിടെ, മറിച്ച് ഇൻതഹ യന്തഹി എന്ന് പറയുന്ന ഫിഅലിൽ പെട്ടതാണ് കേട്ടോ മുഹമ്മദ് വാസിൽ. അത് ഫിഅലിൻ്റെ അസ്ല അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരമാണ്. അതിൻ്റെ അവസാനം കളയപ്പെട്ടതാണ്, ജസ്മുണ്ട്. അപ്പോൾ കല്ലാല ഇല്ലം യന്തഹി ലനസ്ഫഅൻ എന്ന് പഠിക്കണം. സാമാർ ഓതി കൊടുക്കുന്ന മുഅല്ലിങ്ങളൊക്കെ അത് പഠിക്കണം. നമ്മളെങ്ങാനും അങ്ങനെ ഓതുന്നുണ്ടോ? ആ കൂടി ഇങ്ങനെ വന്ന ആയില്ലേ, അതാകെ ഈ വജ്ഹ് അതുപോലെ ഇത് മൂന്നെണ്ണുള്ളൂ. അതായത് ഫിഅലില് ഫിഅലിലും ഇസ്മിലും കണ്ട് ഹാ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതുപോലെ വമീറിന്റെ ഹാ അല്ലാതെ അതായത് നമ്മൾ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ, ശ്രദ്ധിക്കേണ്ടത്. ഫവാക്കിഹു വഹും മുക്രമൂൻ. പിന്നെ ഖാലു യാ ശുഐബു മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂൽ. മാ നഫ്ഖഹു കസീറൻ. പിന്നെ ഏതാ പറഞ്ഞത്? ലഇല്ലം യന്തഹി ലനസ്ഫഅൻ. കൺഫ്യൂഷൻ വരുന്ന സ്ഥലങ്ങൾ അല്ലേ. ബിന്നാസിയ. ആ എന്താണ് വയബ്ഖ അല്ലേ, വജ്ഹു. അതെ, വജ്ഹു റബ്ബിക, വജ്ഹു റബ്ബിക. അവിടെ പിന്നെ എന്താണെന്നറിയോ, മുമ്പ് സുക്കൂനായതുകൊണ്ട് വജ്ഹു റബ്ബിക എന്ന് അങ്ങനെ ആളുകൾ ഓതുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഓതുന്നത് ഇഷ്ടം പോലെ കൺഫ്യൂഷൻ ആവുക. ഓക്കെ, ഇനി ഇതെല്ലാവരും പഠിക്കുക. ലനസ്ഫഅൻ എന്നുള്ളത് കേട്ടോ. ഇവിടെ ഇതെന്താ ലനസ്ഫഅൻ എന്ന് പറയുന്നത്? തൻവീൻ പോലെയാണ് ഉള്ളത് അല്ലേ, ലനസ്ഫഅൻ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ സ്ഥലമാണ്. അതായത് ഇങ്ങനെ വേറെ ഒന്നും കൂടി ഉള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. വേറെ ഉണ്ടെങ്കിലും ഉസ്താദ്മാർ പറഞ്ഞു തരാം. സൂറത്തു യൂസുഫിൽ വലയകൂനൻ മിനസ്സാഗിരീൻ. ഇവിടെയുള്ള വിശേഷം എന്താണെന്ന് വെച്ചാൽ തൻവീൻ എന്തിൽ കിടക്കുന്നതാണ്? തൻവീൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. തൻവീൻ ഏതിൽ കിടക്കുന്നതാണ്? ഫിഅലിലാണോ, ഹർഫിലാണോ, ഇസ്മിലാണോ? എന്തിൽ പ്രവേശിക്കുന്നതാണ്? ഇസ്മിൽ പ്രവേശിക്കുന്നതാണ് അല്ലേ. എന്നാൽ ഇവിടെ ഫിഅലിൽ നമുക്ക് തൻവീനാണോ എന്ന് വായനയിൽ തോന്നുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? നമ്മൾ മീസാനിലൊക്കെ പഠിച്ച് നൂനു തൗക്കീദ് അല്ലേ, നൂനു തൗക്കീദ് അൽ ഖഫീഫ. അതെ, മുഖഫഫ. അതായത് ലയഫ്അലൻ എന്ന് പറയാം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഒരു തൻവീനിൻ്റെ ശബ്ദം പോലെ കേൾക്കുക, ലയഫ്അലൻ. പക്ഷേ നമ്മൾ എഴുത്തിലെങ്ങനെ ഫിഅലായതുകൊണ്ട് തൻവീനാക്കിയിട്ട് എഴുതൂല അല്ലേ. ലയഫ്അലൻ അങ്ങനല്ലേ എഴുതുള്ളൂ. ലയഫ്അലൻ അല്ലേ, ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ. കാരണം അത് ഫിഅലാണ്. ഫിഅല് തൗക്കീദിൻ്റെ നൂൻ എന്നാ പറയുക. തൗക്കീദിൻ്റെ ശക്തിപ്പെടുത്താനുള്ള, തീർച്ചയായിട്ടും അവൻ ചെയ്യും. ലയഫ്അലൻ ചെയ്യണം. അതേപോലത്തെ ഫിഅലാണ്. തൗക്കീദിൻ്റെ ഖഫീഫാൻ്റെ നൂൻ കടന്നിട്ടുള്ള ഫിഅലാണ് ഇപ്പോൾ നമ്മളെ മുന്നിലുള്ളത്. പക്ഷേ സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും സ്വഹാബികളുടെ എഴുത്തിൽ ഇവിടെ എന്തായിട്ടാണ് ഉള്ളത്? തൻവീൻ എഴുതുന്ന പോലെ അലിഫാക്കിയിട്ട് എഴുതിയിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് ചേർത്തി ഓതുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ലനസ്ഫഅൻ ബി. നിങ്ങളുടെ ഇവിടെ നൂനായിരുന്നു എഴുതിയിരുന്നത്, എന്നാലും എങ്ങനെയാണ് ഓതുക? അപ്പോഴും ലനസ്ഫഅൻ ബി എന്ന് ഓതുള്ളൂ അല്ലേ. ഇനി പക്ഷേ
വഖഫിൽ വ്യത്യാസപ്പെടും. നൂനായിട്ട് എഴുതിയെടുത്ത് നമ്മൾ ഏതിലാണ് വഖഫ് ചെയ്യുക? നൂനിലാണ് വഖഫ് ചെയ്യുക അല്ലേ? അലിഫാവുമ്പോൾ അലിഫിൽ വഖഫ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ എഴുത്ത് പോലെയാണ് വഖഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളെങ്ങനെയാണ് ഓതേണ്ടതെന്ന് അറിയാം. ഇവിടെ സംഗതി ഫിഅലാണ്, എന്നിരുന്നാലും അവിടെ അലിഫ് കൊണ്ട് റസ്മ് വന്നതുകൊണ്ട് നമ്മൾ ലനസ്ഫഅ എന്ന്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു സ്ഥലം ഏത് സൂറത്ത്, ഏത് പദം ഹിഫ്ളാക്കിയത്? സൂറത്ത് യൂസുഫിലെ പദം ആരൊക്കെ ഓർമ്മയുള്ളത്? എല്ലാവരും എഴുതി വെച്ചോളി. വല യകൂനന്ന എന്ന് പറയുമ്പോൾ നൂന് തന്നെ എഴുത്തിലും വരും. വലയകൂനൻ, അതെ, വലയകൂനൻ എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. ശരിക്ക് ഖിയാസിയായിട്ട് അവിടെ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയോ? വലയകൂനൻ കേട്ടോ, സാബിർ, ഇങ്ങനെയാണ് ശരിക്ക് വരേണ്ടത് നൂനായിട്ട്. വലയകൂനൻ എന്ന എഴുത്ത് വരെയാണ്. പക്ഷേ റസ്മുൽ ഉസ്മാനിയിൽ പിന്നെ എഴുത്ത് വന്നിട്ടുള്ളത് തൻവീൻ മുബീനൻ എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് നമ്മൾ അവിടെ വഖഫ് ചെയ്യേണ്ടി വന്നാൽ അതിൻ്റെ അസുല് കൊള്ള നോക്കൂല, അവനെ ഏതിലേക്കാണ് നോക്കുക? എല്ലാവരും പറഞ്ഞോളൂ, തെറ്റിയാൽ നമുക്ക് തിരുത്തി തരാമല്ലോ. ഏതിലേക്കാണ് നോക്കുക? റസ്മിലേക്കാണ് നോക്കുക. അപ്പോൾ സ്വഹാബികൾ എഴുതിയിട്ടുള്ള അലിഫാക്കിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ എങ്ങനെ നിർത്തണം? വലയകൂന ട്ടോ. നഅം, അതെ, കറക്റ്റ്. റസ്മിനെ പറ്റി പറയുന്ന റസ്മ് ഒരു മുഅ്ജിസാണ്, അമാനുഷികമാണ്. അതിൻ്റെ അസ്റാറുകൾ അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. എന്നാൽ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ മൊത്തം മുസ്ഹഫിൻ്റെ റസ്മുകളൊക്കെ പരിശോധിച്ച് തഫ്സീറുകളും ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട ഇൽമുകളൊക്കെ ഉള്ള ചില ഇമാമിങ്ങൾ റസ്മിൽ ഒരേ പദം തന്നെ ഒരു സ്ഥലത്ത് ഒരു രൂപത്തിൽ എഴുതി മറ്റൊരു സ്ഥലത്ത് വേറൊരു രൂപത്തിൽ അങ്ങനെ വന്നിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ചില രഹസ്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഒരു രഹസ്യം പറയാം എന്ന രൂപത്തിലൊക്കെ ഖിറാഅത്തിനും റസ്മിനൊക്കെ ചില രഹസ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. യംഹുല്ലാഹു മാ യശാ, അതുപോലെ വയദ്ഉൽ ഇൻസാൻ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇതങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ പിന്നെ മെയിൻ ജവാബ് എന്താണ്? റസ്മ് പല സ്ഥലത്തും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ അത് ആർക്കറിയാം? അള്ളാഹുവിന് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള അസ്റാറുകൾ ചില പണ്ഡിതന്മാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇജ്തിഹാദിലൂടെയൊക്കെ ആയിട്ട് ചിലതൊക്കെ റസ്മിൻ്റെ കിതാബുകളിലും മറ്റൊക്കെ പറഞ്ഞതും വിശദീകരിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പിന്നെ മൊത്തത്തിൽ വേറൊരു കാര്യം കൂടെ പൊതുവായിട്ട് റസ്മുൽ ഉസ്മാനിയെക്കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ ഇമാമികൾ എന്ത് പറയുന്നുണ്ട് എന്നറിയോ? അഹ്ലി കിതാബുകാരും, അതായത് അറബി പഠിച്ച ആളുകൾ ഉണ്ടാവില്ലേ, ഇസ്ലാമിൻ്റെ പുറത്തുള്ള ആളുകൾ ഇല്ലേ? അറബി സംസാരിക്കുന്ന എത്രയോ നാട്ടുകാരില്ലേ? ഉണ്ട്. അപ്പോൾ അവർ വെറും അറബി ഭാഷ പഠിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനെ ഓതാൻ പാടില്ല എന്ന് അള്ളാഹുവിന് ഉദ്ദേശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ സാധാരണ അറബി എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഉച്ചാരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഉച്ചാരണവുമുണ്ട്. അതോടൊപ്പം തന്നെ എന്തുമുണ്ട്? റസ്മും ഉണ്ട് എന്ന് നമുക്ക് റസ്മിൻ്റെ കിതാബുകളിൽ പിന്നെ ഈ ലാഹിലാണോ ഇനി മുഖ്തസർ ബയാൻ ഈ ലാഹിലാണെന്ന് തോന്നുന്നു, റസ്മിൻ്റെ കാര്യം പറയുന്നിടത്ത് അത് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ത്? വെറും അറബി ഭാഷയുടെ എഴുത്തും വായനയും പഠിച്ചുകൊണ്ട് നേരെ വന്നിട്ട് എന്തോതാൻ പാടില്ല? ഖുർആൻ ഓതാൻ അത് മതി, അറബി പഠിച്ചാൽ നേരെ ഖുർആൻ ഓതാം എന്ന് വരാൻ പാടില്ല. ഇത് ആരിൽ നിന്ന് തന്നെ പഠിക്കണം? അങ്ങോട്ടുള്ള കണക്ഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബികൾ ഖുർആൻ കേട്ടു, അവർ പഠിച്ചു. ശേഷമുള്ള ആളുകൾ ഇങ്ങനെ ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആനഹു അല്ലേ, ഖുർആന. അപ്പോൾ അതിനൊരു ആധികാരികത വേണം. നമ്മൾ ഉസ്താദുമാരിൽ നിന്ന് കേട്ടത് കൊണ്ട് ഇങ്ങനെ ഓതുന്നു. അപ്പോൾ ആ രൂപത്തിൽ ഒരു ഉസ്താദിൽ നിന്ന്
ഖുർആൻ ഇങ്ങനെ ഉസ്താദിന് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഓതിക്കൊടുത്തു. ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഓതേണ്ടത്. ഇവിടെ അലം എന്നല്ല, അലം തറ എന്നുള്ളിടത്ത് അലം എന്നാണ്. അതേ അക്ഷരങ്ങൾ നമ്മൾ സൂറത്തുൽ ബഖറിൻ്റെ തുടക്കത്തിൽ അലം എന്ന് കാണുന്നു. പക്ഷെ ഇവിടെ എങ്ങനെ ഓതേണ്ടത്? അലിഫ് ലാം മീം. അതുപോലെ കഹയ എന്നൊക്കെ ഓതന മുസ്ലിങ്ങൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നല്ല നമ്മളെപ്പോലത്തെ അവരൊക്കെ ഓതിയ ഉസ്താദന്മാർ, ഒന്നിലധികം ഉസ്താദന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഖുർആൻ്റെ പാരായണ പഠന വിഷയത്തിൽ നമ്മൾ വളരെ പിറകോട്ടാണ് ഇപ്പോഴും. അറബി ഭാഷ പഠിച്ചത് കൊണ്ട് ഖുർആൻ ഓതാൻ കഴിയൂല. ഖുർആൻ ഓതാൻ വേണ്ടി അറബി അക്ഷരം പഠിച്ചാൽ അതുകൊണ്ട് ഭാഷ പഠിക്കലും നടക്കും. അതെ അതെ അതെ. അപ്പോൾ ഖുർആൻ ഓത്ത് ഒരു ഖിറാഅത്ത് ഒരു നല്ല മുത്ഖിനായ ആളിൽ നിന്ന് പഠിച്ച ഒരു ഉസ്താദിൽ നിന്ന് കേട്ടിട്ട് അതേപോലെ ഓതണം എന്ന് ഉള്ളൊരു രഹസ്യം കൂടെ അതിൻ്റെ പിന്നിൽ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇനി നോക്കിക്കോളൂ, ബിന്നാസിയ സാദ. ഇവിടെ ബിന്നാസിയ എന്ന് ഓതുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓതരുത്. ബിന്നാസി എന്നൊരു പിന്നെ പിന്നെ എന്ത് കേൾപ്പിക്കണം? ഹ ബിന്നാസിയ ബിന്നാസി സി സിയ. അതെ. പിന്നെ നിങ്ങൾ 16-ാമത്തെ ആയത്തിൽ നമ്മളത് ക്ലാസ്സിലൊക്കെ കുറേ വട്ടം പറഞ്ഞു കൊടുത്തിട്ടും ശരിയാവാത്ത അത്രയും തറവായിപ്പോയൊരു വിഷയം എന്താണെന്നറിയോ? നാസിയ, നാദിയ, ജബാനിയ. ഈ ആയത്തുകളിലൊക്കെ ഹായിലാണ് അവസാനിക്കുന്നത് വഖഫ് ചെയ്യുമ്പോൾ. അതിന് തൊട്ട് മുമ്പത്തെ അക്ഷരം ഏതാണ്? യാ ആണ്. എന്നാൽ 16-ാമത്തെ ആയത്തിൽ ഹംസയായതുകൊണ്ട് അത് ശ്രദ്ധിക്കാതെ അവിടെയും ഖാത്തിയ എന്ന് തോന്നുന്നുണ്ട്. നോക്കി ഓതാൻ പറഞ്ഞിട്ടും കിട്ടുന്നില്ല. അതുകൊണ്ട് ഉസ്താദുമാരെ നമ്മൾ എന്ത് ചെയ്യണം? അല്ല, അവിടെ ഇങ്ങനെ മുറിച്ച് ഖാത്തി എന്ന് ഓതി കൊടുക്കണം. ഖാത്തി ഖാത്തി ട്ടോ. അങ്ങനെ ഓതാ ആ പദം. തരിമൂക്ക് കൂടരുത് കേട്ടോ. ഖാത്തി ഒന്നുകൂടെ ഉഷാറാക്കി നിങ്ങൾ അല്ലേ? ഖാത്തി അത് ഉഷാറായിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ ഈ ഓതി തരുന്നത് മതി, അതാണ് 100. ഇനി 110 ആക്കരുത് കേട്ടോ. ഖാത്തി ഖാത്തി ഇങ്ങനെ നമ്മൾ ചിരിച്ചോണ്ട് പറയില്ലേ, അറബികൾ പറയില്ല അൻത വൈൻ, അതാണ് പറഞ്ഞാൽ മതി. നമ്മളെ വക ഉഷാറാക്കിയത് ശരിയാവില്ല. കാരണം നമ്മൾ മലയാളികളാണ് കേട്ടോ സ്വാബിറോ. നമ്മളെ വകയെ ഉഷാറാക്കരുത്, ഉഷാറാക്കണം. ഖാത്തി അല്ലേ യസീദ് ഉസ്താദേ? 110 ആക്കരുത് കേട്ടോ. ഖാത്തി അതെന്താണ്? അതും ഉഷാറായിട്ടുള്ളൂ. അതിലെന്താ ഇപ്പോൾ കൂടിയത്? ആരാ പറയാ? ഗുന്ന കൂടി, അത് പറ്റൂല. ഖാത്തി ഖാത്തി നല്ല ക്രിസ്റ്റൽ ക്ലിയർ, നല്ല ക്ലിയർ ആയിരിക്കണം കേട്ടോ. മണിക്കൽ വരാൻ പാടില്ല. അസ്സബാനിയ. നിങ്ങൾ 18-ാമത്തെ ആയത്ത് എടുക്കുക. അതിൽ നമുക്ക് 2 കാര്യം വ്യാപകമായിട്ട് കേൾക്കുന്നൊരു മിസ്റ്റേക്ക് എന്താണ്? സനദു എന്നായി പോവുക. സനദുഉ സബാനിയ. എല്ലാവരും മുസ്ഹഫിൽ വിരൽ വെച്ച് നോക്കുക. സനദ്. ഓക്കെ, യെസ്. അപ്പോൾ എങ്ങനെ നമ്മൾ തഖ്വ ശരിയാക്കിയ പോലെ ആദ്യം സുക്കൂന് പറയുന്ന പോലെ നേരെ പിടിക്കുക. സനദ് എന്നിട്ട് പിന്നെ വമ്മിലേക്ക് പോവുക. അപ്പോൾ 2 ഷേപ്പ്. സനദുഉ സബാനിയ. എല്ലാവരും പറയും. അടുത്ത ആയത്തിൽ, ലാസ്റ്റ് ആയത്തിൽ കല്ല ല 2 ലാം വേർതിരിച്ച് പറയാം. പിന്നെ എന്താ പറയുക? ലാ തു ഹു ഉണ്ടോ?
ലാ തുതിഅഹു. ഇതാണ് അവിടെ ഉള്ളത്. ലാ തുതിഅഹു. അപ്പോൾ ഐന് സുക്കൂനാണ്. ആദ്യം ത ആണ്, പിന്നെ ത ആണ്. ഇത് രണ്ടും ശ്രദ്ധിക്കണം. ലാ തുതിഅഹു ഇങ്ങനെ വരാം കേട്ടോ. ഓക്കെ, ഓരോരുത്തരായിട്ട് പറഞ്ഞട്ടെ. ലാ തുതിഅഹു. അവിടെയുള്ള മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഒന്ന് ലാ തുതി. അപ്പോൾ എന്താ മിസ്റ്റേക്ക് വന്നത്? ലാ തുതി. അതെ, അതായത് അല്ല, മിസ്റ്റേക്ക് പറയുമ്പോൾ ഒന്നുകൂടെ ക്ലാരിറ്റിയിൽ ഇപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ എങ്ങനെ മറുപടി പറയാം? മിസ്റ്റേക്ക് മാത്രം പറയണമെങ്കിൽ എങ്ങനെ പറയാം? ആരാ നല്ല തലയുള്ളവർ? അതെ, ഓക്കെ. അപ്പൊ രണ്ടും തെറ്റാണെന്നല്ലേ വരാം. രണ്ടും തെറ്റ് മാത്രം പറയുമ്പോ എങ്ങനെ പറയാന്ന് ചിന്തിച്ചിട്ട് അക്ഷരം മാറിയെന്ന് പറഞ്ഞിട്ട് കാര്യം. അക്ഷരം മാറിയെന്ന് പറഞ്ഞാൽ ഏത് മാറിയെന്ന് വല്ല പിടുത്തം ഉണ്ടാവും? ഒന്നാമത്തെ ഇങ്ങനെ പറയുമ്പോഴല്ലേ ക്ലാരിറ്റി വന്നത്. എന്താ നിങ്ങളെ അഭിപ്രായം? അത് രണ്ടും പറഞ്ഞാൽ രണ്ടും തെറ്റ് എന്നല്ലേ വരിക? തങ്ങൾക്ക് മനസ്സിലായോ? തെറ്റ് മാത്രം പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു രണ്ടും ആയി. അപ്പൊ രണ്ടും തെറ്റാണോ? രണ്ടും തെറ്റാണോ? ആദ്യത്തെ ലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ലാ തുതിഅഹു, ലാ തുതിഅഹു അല്ലേ? രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? അപ്പൊ ആയിട്ടുണ്ട്, പക്ഷേ ന് സുക്കൂനായി. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം എന്താ കേൾക്കാറുള്ളത് കൂടുതലല്ല? ലാ തുതിഉഹു. അപ്പം എന്താ മിസ്റ്റേക്ക് വന്നത്? തെറ്റ് മാത്രമേ പറയാവൂ കേട്ടോ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി എങ്ങനെ പറയാന്ന് അല്ലേ? ഐന് സുക്കൂനാണുള്ളത്, എന്തായി? ലമ്മായി. അപ്പോൾ അവിടെയും നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലാ തുതിഉഹു, ലാ തുതിഉഹു. തുതി. അപ്പൊ രണ്ടാമത്തെ ആയിട്ടോ? ലാ തുതി എന്ന് പറഞ്ഞ ആള് നോക്കുക. തുതി എന്നാണോ? അതെ, ലാ തുതിഉഹു, ലാ തുതിഉഹു. ഇന്നലെ ഏതൊരു ആളോട് ഇതുപോലെ ഇങ്ങനെ ശരിക്കും പഠിക്കേണ്ട വലിയ വലിയ മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞപ്പോഴേ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊക്കെ പഠിക്കാൻ. എന്നിട്ട് അപ്പോൾ ഈ 3 ദിവസം കൊണ്ടൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ് മിൻറ്റർമാരായിട്ട് ഇറക്കണ എത്രയോ കച്ചവടക്കാരുണ്ട്. ഉണ്ടോ അല്ലേ? 3 ദിവസത്തെ ട്രെയിനിങ്. കച്ചവടക്കാർ. അതേപോലെ തന്നെ ഒരു 10-60 ആളുകളാണ്ട് ഇരുന്നാണ്ട് ഓതി തീർത്തിട്ട് സനത് കൊടുക്കുക. ആരോടിപ്പോൾ ഇതൊക്കെയാണ് ഓതിപ്പിച്ചാൽ? ഓക്കെ, അവരെ കൊണ്ട് ഇതൊക്കെ ഒന്ന് ഓതിപ്പിച്ച് നോക്കണം നിങ്ങൾ. അപ്പം എനിക്ക് എന്താ ഇപ്പം കിട്ടിയതുകൊണ്ട് ഈ എന്താ കിട്ടിയതെന്ന് ചോദിക്കണം. എനിക്ക് തോന്നാൻ കിട്ടുമോ കേട്ടോ? അപ്പം ഇങ്ങനെ എന്തെല്ലാം പഠിക്കാനുണ്ട് ഖുർആനിൽ എന്നാണ് പറയുന്നത്. നമ്മളിതിങ്ങനെ വാരിക്കൊടുക്കാം, അത്രയും സിമ്പിളാണെന്നാണ് വിചാരിച്ചത്. ലാ തുതി. നമ്മൾ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ അപ്പുറത്ത് തെറ്റുന്നില്ലേ? നമ്മളിപ്പോൾ ത്വാഇനെ ഉച്ചാരണം ശരിയാക്കാൻ നോക്കുമ്പോൾ എന്താണ്? അല്ല, ശരിയാക്കാൻ ആവാൻ നോക്കുമ്പോൾ തുതീനായി പോകുന്നുണ്ട്. രണ്ടും ശരിയാക്കി ഐൻ ശരിയാക്കാൻ നോക്കുമ്പോൾ ഇപ്പോൾ 2-3 ആൾക്കാർ ലാ തുതിഉഹു. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു അക്ഷരം വന്നു. ഏതാണ് അക്ഷരത്തിൻ്റെ പേര്? യാ. അപ്പോൾ നീട്ടാൻ പറ്റൂല. ലാ തുതിഉ. പെട്ടെന്ന് ഐനിലേക്ക് വരണ്ടേ? ലാ തുതിഉ. എങ്ങനെ പറയാ? അതെ, പിന്നെ കൽക്കല വരാതെ പോതെ ടോളമ്മിലേക്ക് വന്നു പോകും. വസ്ജുദിൽ എന്തൊക്കെയാ തെറ്റ്? ഇമാമിങ്ങൾ പറഞ്ഞ തെറ്റ് നമ്മളെപ്പോഴും കേൾക്കുന്നത് എന്താണെന്നറിയോ? ജീം ഉഷാറാക്കുകയാണെങ്കിൽ ജീമിൻ്റെ സ്വഭാവമായ ജഹ്റ് സീനിന് വന്നിട്ട് വസ്ജുദ്. ഇത് അറബികളൊക്കെ എപ്പോഴും സംസാരത്തിൽ വരുന്നൊരു മിസ്റ്റേക്കാണ്. ഫിഹാദൽ മസ്ജിദ് എന്ന് അവർ പറയാം. എന്താ തെറ്റ്? എന്താ തെറ്റ് മാത്രം ആരാ പറയാ?
സീൻസായി വസ്ജുദ്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, വസ്ജുദ് അല്ലെങ്കിൽ വസ്ജുദു എന്നൊക്കെയുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഓതുമ്പോൾ കാറ്റ് നഷ്ടപ്പെട്ട് സയിലേക്ക് പോകുന്നുണ്ടോ, അപ്പോൾ നല്ലോണം കാറ്റാണ് ഒളിവാക്കുക. ഇനി സീന് ശരിയാക്കുമ്പോൾ അതൊക്കെ ഞാൻ വെറുതെ അനുമാനിച്ച് പറയല്ല കേട്ടോ. അപ്പോൾ സീൻ ഉഷാറാക്കിയ വസ്ജുദ്, അപ്പോൾ ജീമ് ചായയിലേക്ക് പോവും. ഇങ്ങനെ എന്തെല്ലാം പഠിക്കാനുണ്ട്, ജലിയായ ഖത്വകൾ തന്നെ വരുന്നത്. വസ്ജുദ് ഉണ്ടോ. അപ്പോൾ സീനിനെ കാറ്റ് നടക്കുക എന്നുള്ള സ്വഭാവം 100% കൊടുക്കുക. ജീമിന് കാറ്റ് നടക്കാതിരിക്കുക എന്ന് പറയുന്ന ജഹർ പൂർണ്ണമായി നൽകുക. ഇതാണ് ഇപ്പോൾ അതിനുള്ള മരുന്ന്. വസ്ജുദ് എല്ലാവരും പറയട്ടെ നല്ല ക്ലാരിറ്റിയിൽ. വസ്ജുദ്. അതെ, വസ്ജു ഉണ്ടോ. ഞാൻ പറയുമ്പോൾ നോക്കി നിങ്ങൾ വസ്ജു ജു 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 ഇങ്ങനെ പഠിക്കണം. വസ്ജുദ്. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ലാസ്റ്റ് വേർഡിൽ നിങ്ങൾ ഇതേപോലെ തന്നെ അക്ഷരം മാറുന്ന തരത്തിൽ 2 തെറ്റുകൾ കേൾക്കാറുണ്ട്. ആരാ പറയാം? വഖ്തരിബ് എന്ന്. അതെ, ഒന്ന് ഖാഫിനെ, ഒന്ന് അബ്ദുല്ലാഹി ഹാജി പറഞ്ഞത്, അതായത് ഖാഫിനെ ഉഷാറാക്കി വഖ്തരിബ്, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. വഖ്തരിബ് അവരറിയുന്നില്ല, ഖാഫ് വഖ്തരിബ് ആയി പോകുന്നു ശ്രദ്ധിച്ചപ്പോൾ ഥാഇനെ നോക്കാൻ കൂടിയില്ല. ഇനി വേറൊരു മിസ്റ്റേക്ക് എന്താണ്? വഖ്തരിബ് എന്നായി, അപ്പോൾ കാഫ് പോലെ ആവുക ഖാഫ്. വഖ്തരി, അപ്പോൾ 2 ഓപ്പോസിറ്റ് സ്വഭാവം. വഖ്തരിബ് വഖ്തരിബ്. അതെ, വാവ് നീളാതെ പറയില്ലാരും ഒന്നുകൂടെ. അതെ, വഖ്തരിബ്. ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് അനുസരിച്ച്, അതായത് വസ്ലു ആഖിരി സൂറ ബി അവ്വലി സൂറ, ഇങ്ങനെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. എന്താണെന്നറിയോ? അടുത്ത സൂറത്തിലെ ബിസ്മിയിലെ അവസാനത്തിൽ നിർത്താൻ പാടില്ല, നെക്സ്റ്റ് സൂറത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എങ്ങനെ ചേർത്ത് ഓതാന്നറിയോ? ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറയണം. വസ്ജുദ് വഖ്തരിബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു. അങ്ങനെ ഓതാം കേട്ടോ. എല്ലാവരും ഓതി നോക്കി, ജസ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. വസ്ജുദ് യെസ്. ഓക്കെ. അപ്പോൾ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ഉസ്താദുമാരാണ് പലപ്പോഴും ഖുർആനോത്തിൻ്റെ അല്ലെങ്കിൽ ഖത്മ് തീർക്കുന്നതിൻ്റെയൊക്കെ മജ്ലിസിന് നമ്മൾ നേതൃത്വം നൽകുന്നവരാണ്. നമ്മളെടുക്കലാണ് മൈക്ക് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് പറയുക, എൻ്റെ ഹെഡിങ് വസ്ലു ആഖിരി സൂറ ബി അവ്വലി സൂറ. അങ്ങനെ നമുക്ക് 4 സാധ്യതകൾ അവിടെ ഉണ്ട്. 4 3 ജായിസാണ്, 1 മംനുആണ്. ആ മംനുആയത് എന്താണെന്നറിയോ? സൂറത്തിൻ്റെ അവസാന ഭാഗത്തെ ബിസ്മിയുമായിട്ട് വസ്ൽ ചെയ്ത് അവിടെ വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലം യകുല്ലഹു കുഫുവൻ അഹദും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നോത്. അത് മംനുആണ്. ഏത് സൂറത്താണെങ്കിലും ശേഷമുള്ള സൂറത്തുമായിട്ട് ചേർത്തി ഓതുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയൂ? പിന്നെ വലം യകുല്ലഹു കുഫുവൻ അഹദും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് അങ്ങനെ കേട്ടോ. അപ്പോൾ ഈ രൂപം മംനുആണ്, പാടില്ല എന്ന് ഇമാമിങ്ങൾ. അതിൻ്റെ ഒരു ന്യായം പണ്ഡിതന്മാരെന്താ പറയുന്നതെന്നറിയോ? അങ്ങനെ നിങ്ങൾ പിന്നെ അഹദും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഓത്തിൽ, ആ ഒരു പ്രത്യക്ഷത്തിൽ ആ ഓത്തിൽ എന്ത് തോന്നിപ്പിക്കലുണ്ട്? ഈ ബിസ്മി ആദ്യത്തെ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്താണ് എന്നൊരു തോന്നിപ്പിക്കൽ അതിലുണ്ട്. അപ്പം അങ്ങനെ തോന്നിപ്പിക്കലുള്ളത് പോലും മൻഇ ചെയ്തിരിക്കണം. അത്രയും ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം. ഇന്ന് നമ്മൾ സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ സമയമെടുത്തു. ഇനി നിങ്ങൾക്ക് ഓതാനുള്ള സമയമാണ്. ഇതൊരു ട്രെയിനിങ് കൂടി ആയതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓതി
കൊടുക്കാൻ വേണ്ടി പോകുന്ന സൂറത്തുകൾ ഇതുപോലെ, ഇതിപ്പോൾ ഒരു ഉദാഹരണം സൂറത്തുൽ അലഖിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഇങ്ങനെ ഇതിലെന്തൊക്കെ മിസ്റ്റേക്ക് വരും അതൊക്കെ ഒഴിവായി എനിക്ക് നാളെ മദ്രസയിൽ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഓതി കൊടുക്കാൻ സാധിക്കുമോ, അതിന് മാത്രം ഒരു കഴിവ് എനിക്ക് ഉണ്ടോ ഇല്ലേ. അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കുക, നന്നായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് നമ്മൾ ഓതി പഠിച്ചിട്ടേ പോകാവൂ. അള്ളാഹുവിൻ്റെ ഖുർആനാണ് അല്ലേ. അബ്ദുൽ മജീദ് ഉസ്താദ് സ്മൂഹ്. അപ്പോൾ എല്ലാവരും കാണാതെ ഓതി കേൾപ്പിക്കുക കേട്ടോ. എല്ലാവരും റൈസ് ഹാൻഡ് ചെയ്താൽ. റിക്വസ്റ്റ് എന്താ വെച്ചാല് ഈ പറയപ്പെട്ട ആയത്തുകളൊക്കെ ഉസ്താദിന് വ്യത്യസ്തമായ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഈ പറയപ്പെട്ടത് മാത്രം ഒരു ഉസ്താദ് എന്നാൾ പറഞ്ഞിരുന്നു. ശരിയാ, നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ഇല്ലാതെ ബിസ്മി ഓതുന്നുണ്ടല്ലോ, ചേർത്തി ഓതുന്നുണ്ടല്ലോ, ആ ഉദാഹരണങ്ങളും കൂടി ഒന്ന് ഉൾക്കൊടുത്ത് ഒരു സെഷൻ ആണ്. അതായത് ആഖിറു സൂറയെ അവ്വൽ സൂറയുമായിട്ട് ചേർത്തി ഓതുമ്പോൾ അതിൽ 4 രൂപം സാധ്യതയുണ്ട്. അതിൽ 1 പാടില്ല, 3 ജായിസാണെന്ന് പറഞ്ഞത് അല്ലേ. അതേപോലുള്ള കുറച്ച് മാത്രം ഇതേപോലെ നമ്മളിപ്പോ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇമ്പോർട്ടന്റ് പറഞ്ഞു കൊടുക്കുമ്പോ നമുക്ക് അത് മാത്രം ഒന്ന് പറഞ്ഞു കൊടുക്കാലോ. അസീദ് ഉസ്താദ് പറഞ്ഞിരുന്നു ഈ അഭിപ്രായം. അങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ടോ അല്ലേ. അതായത് ഇങ്ങനെയാണ് അത് മാത്രം ഇങ്ങനെ ലൈവ് ക്ലാസ് ആകുമ്പോൾ കുറേ സമയം എടുക്കും. അത് മാത്രം എടുക്കുന്നതിനെ പറ്റി എന്താ ബാക്കിയുള്ള ഉസ്താദന്മാർ അങ്ങനെ ഒരു ക്ലാസ് ആവശ്യമുണ്ടോ? തെറ്റ് മാത്രം ജസ്റ്റ് ഇങ്ങനെ ഉണർത്തി പോവാ. അതെ അതെ. ദുഹ മുതലോ ഫീൽ മുതലല്ലേ? അക്ഷരങ്ങളെ ബേസ് ചെയ്തുകൊണ്ടേ അക്ഷരം. അതെ അതെ കറക്റ്റ്. അപ്പം അങ്ങനെ ഒരു ക്ലാസ് ഇങ്ങനെ നിങ്ങൾ നല്ലതായി തോന്നുന്നുണ്ടോ? എന്താണ്? ഓക്കെ. മുഖം കാണുന്ന രൂപത്തിൽ കറക്റ്റ്. അതെ 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 കറക്റ്റ് പറഞ്ഞതുമാണ്. പലർക്കും നമ്മളെപ്പോലെയുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് വരെ പറഞ്ഞു 1ഉം 2ഉം പ്രാവശ്യം പറഞ്ഞിട്ടും അവർക്ക് തിരുത്താൻ പറ്റാത്ത അത്രയും അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കൂടിയാണ്, ശീലങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ തെറ്റുകൾ മാത്രമാക്കിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ വേറൊരു ഉസ്താദ് പറഞ്ഞ പോലെ കാണുന്ന രൂപത്തിൽ അതെ 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 ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്ത് തരട്ടെ ഇൻഷാ അല്ലാഹ്. അത് ഈ ലൈവ് ക്ലാസ് ആകുമ്പോൾ എന്താണെന്നറിയാം, മിസ്റ്റേക്കുകൾ വേറെയും ശരി വേറെയും പറയുന്നത് അത് നല്ല ഒരു ഉപകാരപ്രദമായൊരു ശൈലിയാണെന്ന് മനസ്സിലായി. കാരണം നമ്മൾ ഓക്കെ ബറക്കല്ലാഹു ഫീക്കും. ഇപ്പോൾ പറഞ്ഞ വേറൊരു ശൈലിയാണ് കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ അൽഹംദുലില്ലാഹ്, ഫാത്തിഹ, അതേപോലെ ഫീൽ മുതൽ നാസ് വരെ, ദുഹ മുതൽ ഹുമസ വരെയൊക്കെയുള്ള ക്ലാസ്സുകളുണ്ട്. അതിൽ പിന്നെ ശരിയും പറയുന്നുണ്ട്, അതോടൊപ്പം തെറ്റുകൾ മിക്സ്ഡാണ്. ഇപ്പോൾ ദിസ ആവശ്യപ്പെട്ട അതല്ല, ഈ മെൻറ്റേഴ്സിനും അതേപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളായ ആളുകൾക്ക് ധാരാളം ആളുകൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ക്ലാസ്സിന് പോകുമ്പോൾ അള്ളാഹുവിനെ പേടിയുള്ള ആളുകളാകുമ്പോൾ അവർക്ക് തെറ്റ് വരരുതെന്നുണ്ടാവും. പിന്നെ കുട്ടികൾക്ക് ഉണർത്തി കൊടുക്കണമല്ലോ. അപ്പോൾ അവർ കുട്ടികളിങ്ങനെ ഓതുന്ന സമയത്ത് നമ്മൾ എവിടേക്കാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്, ആ മുഖാലഫാത്ത് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഫൈന് ലഭിക്കുന്ന കാര്യങ്ങൾ, ട്രാഫിക് നിയമങ്ങളിൽ ഒരിക്കലും പാടില്ലാത്ത സംഗതികൾ നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ഒരു നാട്ടിൽ പോകുമ്പോൾ ആ നാട്ടിലെ മുഖാലഫാത്ത് എന്തൊക്കെയെന്ന് അറിഞ്ഞാലല്ലേ എന്ത് കഴിയുള്ളൂ, അത് വരാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഒരു മുഅല്ലിമാവുന്ന സമയത്ത് നിർബന്ധമായും അയാൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഒന്ന് സൂറത്തുൽ ഫലഖാണ് പഠിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നാളെ നമ്മൾ കുട്ടികൾക്ക് ആയത്തുൽ കുർസിയാണ്, അല്ലെങ്കിൽ യാസീനിലെ 2ാമത്തെ മുബീനാണ്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്താണ്? ആദ്യം മനഃപ്പാഠമാക്കുന്നതിന് മുമ്പ് ഓരോ കുട്ടിയിൽ നിന്ന് ഞാനത് നോക്കി ഓതുന്നത് കേൾക്കണം. എന്നിട്ട് എനിക്ക് അവരുടെ തെറ്റൊക്കെ തിരുത്തി കൊടുക്കാൻ സാധിക്കണം. എന്നിട്ട് അവരെ കൊണ്ട് നോക്കി ശരിക്ക് റെഡിയാക്കിയതിന് ശേഷം ആണ് അവരെ കൊണ്ട് യസീദ് ഉസ്താദ്, ഇതാണ് നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. സിലബസ് ഇങ്ങനെ നോക്കി എന്തല്ലോ അടുത്ത ആൾ ഇങ്ങനെയല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ അത്തയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ഇല്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബി റഹ്മത്തുള്ളാഹി വബറകാതുഹു, അടുത്ത ആൾ ഇതിനാണ് നമ്മളെ ഏൽപ്പിച്ചത്. അതല്ല, സ്വഹീഹായ രൂപത്തിൽ ആ കുട്ടിയുടെ നിസ്കാരം ശരിയാവുന്ന രൂപത്തിൽ
ആ കുട്ടി അത്തഹിയാത്ത് കാണാതെ പഠിക്കണം. ഒരാളും നോക്കിയിട്ട് അത്തഹിയാത്ത് നിസ്കാരത്തിൽ ഓതൂല. അപ്പോൾ നമ്മളെ ഡ്യൂട്ടി എന്താണ്? ഫുഖഹാക്കൾ പറഞ്ഞതുപോലെ ഹദീസിൽ സ്വഹീഹായ ഹദീസിൽ വന്ന രൂപം അതിലുള്ള അക്ഷരങ്ങളോ ഷദ്ദുകളോ ഹറക്കത്തോ മാറിപ്പോവാതെ അക്ഷരങ്ങൾ കൂടാതെയും കുറയാതെ ഈ കുട്ടിക്ക് അത്തഹിയാത്ത് നോക്കി പഠിപ്പിക്കണം. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നിടത്ത് നിങ്ങൾ കൂട്ടുകാരായ മുഅല്ലിമീങ്ങളോടൊക്കെ പറയാം. അതിന് നമ്മൾക്ക് നിർബന്ധമായും മുഅല്ലിമിന് എന്ത് വേണം? മുഅല്ലിം എന്ന് പറഞ്ഞാൽ ആരാവട്ടെ, ഓൺലൈനോ ഓഫ്ലൈനോ ഉസ്താദോ മുദരിസോ ആരാവട്ടെ, നമുക്ക് എന്ത് കഴിയുമെന്നറിയാം. ഇതിലെന്തൊക്കെ സാധാരണഗതിയിൽ ഒരു മലയാളിയിൽ നിന്ന് ഇവിടെ വർഷങ്ങളായിട്ട് തെറ്റിച്ചു വരുന്ന ഏരിയകൾ ഏതൊക്കെയാണ്, അതാണ് ഇപ്പോൾ ഉസ്താദ് ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ മാത്രം നമുക്ക് അറിഞ്ഞാൽ എന്താണ്, നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളതിലും തെറ്റുണ്ടായിരിക്കാം. അപ്പോൾ അത് നമ്മൾ ആദ്യം റെഡിയാക്കാൻ പറ്റും, എന്നിട്ട് ശരിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രം അപ്പുറത്ത് ശരിയാവില്ല. അപ്പുറത്ത് ശരിയാണെങ്കിൽ അവരിൽ നിന്ന് എന്തൊക്കെ തെറ്റ് വരുന്നുണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ നമ്മൾ ഈ ഒരു എന്താണോ ഒരു മുഅല്ലിം ഒരു മദ്രസ കൊണ്ട് ഉള്ള റോൾ എന്താണെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മുഹാലാണ്, കഴിയില്ല. നമുക്ക് ശരി ഓതാൻ കഴിയാത്തത് മറ്റൊരാളെ ശരി പഠിപ്പിക്കാൻ കഴിയുമല്ലോ നിങ്ങൾ പറയും. നമ്മൾ ടി വി ഇട്ട് കൊടുത്താൽ പോരെ, വേറെ ആൾ ആ ഉസ്താദിൻ്റെ ഓത്തിട്ട് കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ മറ്റേ ഇയാളെ ഓത്തിട്ട് കൊടുത്താൽ പോരെ. ഓത്തിട്ടാൽ അതേപോലെ അപ്പുറത്തങ്ങോട്ട് വീഡിയോ ചെയ്യുന്ന പോലെ കുട്ടീൻ്റെ ശരിയാവോ? ഇല്ല. കുട്ടിക്ക് സഹായകമായ കുറേ ശരിയായ വശങ്ങൾ കിട്ടുമെന്നല്ലാതെ ആ കുട്ടി അതുപോലെ ശ്രമിക്കും. പക്ഷേ അപ്പോഴേക്കും 100% ആവില്ല. കുറേയൊക്കെ റെഡിയാവും. ബാക്കിയുള്ളത് തിരുത്തി കൊടുക്കേണ്ടത് നമ്മൾ കോപ്പി എഴുതി പഠിപ്പിക്കുന്ന പോലെ ഈ മുഅല്ലിമാണ്. അപ്പോൾ ഈ മുഅല്ലിമിന് എന്താ അറിയണമെന്നറിയോ? ആ സൂറത്തിൽ വരാവുന്ന മിസ്റ്റേക്കുകൾ ഇന്നതൊക്കെയാണ് എന്നുള്ളത് അറിയണം. അതാണ് ഫമാലില്ലദീ ലാ യഅരിഫുൽ ലഹ്ന മിൻ ഉദ്രി. ഖുർആനോത്തിൽ വരുന്ന മിസ്റ്റേക്കുകളെ ശരിക്കറിഞ്ഞ് പിന്നെ വിശദമായി പഠിക്കാത്തവൻ ഒരു എക്സ്ക്യൂസും ഇല്ല എന്നാണ് തജ്വീദിൻ്റെ ആദ്യ ഗ്രന്ഥമായ അൽ മൻദൂമത്തുൽ ഖാഖാനിയയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഫമാലില്ലദീ ലാ യഅരിഫുൽ ലഹ്ന മിൻ ഉദ്രി അല്ലേ. ഫകുൻ ആരിഫൻ ബിൽ ലഹ്നി കൈമാ തുസീലഹു ഫമാലില്ലദീ ലാ യഅരിഫുൽ ലഹ്ന മിൻ ഉദ്രി. അപ്പോൾ സാമിഹൂനി എന്ന് കുറേ നീണ്ടുപോയി. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കാണാതെ ഓതിത്തരാം കേട്ടോ ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ളവർ സമയം നീണ്ടതുകൊണ്ട് മാക്സിമം ആളുകൾ ഓതിപ്പിക്കാം. ബാക്കിയുള്ള ആളുകൾ എനിക്ക് ഇൻഷാ അല്ലാഹ് തിർത്തിയിൽ ഗ്രൂപ്പിലൊക്കെ ആയിട്ട് ഓതിത്തരാം. സൂറത്തിൻ്റെ പേര് പറയാം, എന്നിട്ട് എല്ലാ ആയത്തും വഖഫ് ചെയ്തിട്ട് ഓതിത്തരാം. ഉബൈദുല്ലാ ഹാഫിദ് ഫദ്ദൽ. എല്ലാവരും റൈസ് ഹാൻഡ് ചെയ്യുക. സൂറത്തുൽ അലഖ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نعم. اقرأ باسم ربك الذي خلق. ഒരു തെറ്റ് ഇപ്പോൾ പറയാം. ഹിഫ്ദിലാവുമ്പോൾ ഞാൻ കൂടുതലും ലാസ്റ്റാണ് പറയാറുള്ളത്. പിന്നെ റബ്ബിക്കല്ലദീ മൂളൽ വരുന്നുണ്ടോ, അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇഖ്റ ബിസ്മി എന്ന് പറയുന്നിടത്തും റബ്ബിക്കല്ലദീ ക്ലിയർ ആക്കി ഓതും. മണിക്കലില്ലാത്ത ഒരു സ്ഥലത്തും മണിക്കൽ വരാൻ പാടില്ല. ഈ രീതിയുടെ പേരിലാണെങ്കിൽ ഒന്നും വരാൻ പാടില്ല. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ ഇപ്പം നേരത്തെ അടയാളപ്പെടുത്തിയത് ഒന്ന് ഞാൻ അവിടെ സേവ് ചെയ്ത് വെക്കാം. അതിൻ്റെ ശേഷം നിങ്ങളുടെ അടയാളപ്പെടുത്താൻ വേണ്ടി.